നമുക്കെല്ലാം പരിശുദ്ധാത്മാവുണ്ട് അല്ലേ? ഇതിനകത്ത് ഞാൻ ചിന്തിക്കുന്നു വരുന്ന 95% പേർക്കും എന്തുണ്ട്? പരിശുദ്ധാത്മാവുണ്ട് അല്ലേ? ഈ പരിശുദ്ധാത്മ എവിടെയാണ് പകരുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറ. ഹൃദയങ്ങളിൽ ആമേൻ. എല്ലാവരെയും പഠിപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഹൃദയത്തിലാണ് പകരുന്നത്. അത് തന്നെയാണ് സത്യം, ഹൃദയത്തിലാണ് പകരുന്നത്. പക്ഷെ ഞാൻ ഈ അടുത്ത സമയത്ത് പഠിക്കുമ്പോഴാണ് കർത്താവ് എന്നെ മറ്റൊരു ടോപ്പിക് ഇങ്ങനെ പഠിപ്പിക്കാനിടയായിത്തീർന്നു. ആമേൻ. ഈ പരിശുദ്ധാത്മാവ് എല്ലാവരുടെ മേലും വരുന്നത് ആമേൻ ഹൃദയത്തിൽ മാത്രമല്ലെന്ന് കർത്താവ് എന്നോട് പറഞ്ഞു. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 16-ഉം 17. ഈ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്ന കൊണ്ട് അവനെ അറിയുന്നു. കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ. ഞാൻ പദം ഒന്നുകൂടെ ആവർത്തിക്കുന്നു. അവിടെ ഇങ്ങനെ പറയുന്നു, അവനോ അല്ലേ? എന്താ പറഞ്ഞേ? നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട്. രണ്ട് കാര്യങ്ങൾ അവിടെ പറയുന്നു. ഒന്ന്, ആ വാക്യത്തിൽ നിങ്ങളോട് കൂടെ വസിക്കുന്നു, അടുത്തെന്ന് പറഞ്ഞ് നിങ്ങളിൽ ഇരിക്കുന്നു. ആമേൻ. രണ്ട് കാര്യങ്ങൾ ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുവാണ്. ഒന്ന്, നിങ്ങളോട് കൂടെ വസിക്കുന്നു. രണ്ട്, നിങ്ങളിൽ. ഇത് രണ്ടിൻ്റെ അർത്ഥം എന്തുവാ? ഇപ്പോൾ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കാൻ ചിന്തിക്കുക. ഭർത്താവ് എവിടെന്ന് ചോദിച്ചാൽ ഭാര്യ ഫോൺ വിളിക്കുമ്പോൾ പറയും എൻ്റെ കൂടെ ഉണ്ട് അല്ലേ? അതിൻ്റെ അർത്ഥം എൻ്റെ കൂടെ, എൻ്റെ വീട്ടിൽ, എൻ്റെ അടുത്ത് താമസിക്കുന്നു എന്നല്ല എൻ്റെ അർത്ഥം. ആമേൻ. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ കൂടെയല്ല, അകത്തിരിക്കുന്നു. പിടിയിടുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത് ചിലപ്പോൾ നിങ്ങൾ കേൾക്കാത്തൊരു സംഭവമായിരിക്കാം. ആമേൻ. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇതിൻ്റെ ഒരു ആശയത്തിലേക്ക് ഞാൻ കയറി വരാൻ പോവുകയാണ്. ഒന്ന്, പരിശുദ്ധാത്മാവ് നിങ്ങളെ കൂടെ വസിക്കും. രണ്ട്, നിങ്ങളുടെ ഉള്ളിലിരിക്കും. കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ. ഡെൽ വിത്ത് യു ആൻഡ് ഇൻ അപ്പോൺ യു എന്നാണ് ഇതിനെ, ഇൻ യു എന്നാണ് ഇതിനെ കുറിച്ച് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൂടെ വസിക്കും, നിങ്ങളുടെ അകത്തും വസിക്കും. ഇനി മലയാളത്തിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. പരിശുദ്ധാത്മാവ് ചിലരുടെ അകത്തും വസിക്കും, ചിലരുടെ പുറത്തും വസിക്കും. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് കേട്ടോ മക്കളെ. പരിശുദ്ധാത്മാവ് എങ്ങനെ വസിക്കും? അകത്തും വസിക്കും, പുറത്തും വസിക്കും. നിങ്ങൾ എന്താ ഉറക്കം തൂങ്ങിയിരിക്കുന്നത്? എവിടെ വസിച്ചാലും എനിക്ക് എന്നാ ഭാഷേ സ്വന്തം. മക്കളെ അടുത്തിരിക്കുന്ന ആളിന് കൈ കൊടുത്തിട്ട് അവർ അകത്തും വസിക്കും, പുറത്തും വസിക്കും. അവിടെ കൊടു ഹല്ലേലൂയ. അപ്പുറത്ത് കൊടുക്കൈ. അകത്തും വസിക്കും, പുറത്തും വസിക്കും. കൈ കൊടുത്ത മക്കളെ. അകത്തും വസിക്കും, പുറത്തും വസിക്കും. ബ്രദർ, അകത്തും വസിക്കും, പുറത്തും വസിക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എങ്ങനെ വസിക്കും? അകത്തും വസിക്കും. ഇത് ഞാൻ പറഞ്ഞു പോകുമല്ല, റെഫറൻസ് തന്ന് നിങ്ങൾക്ക് തെളിച്ചിട്ടേ പോകത്തുള്ളൂ. ഹല്ലേലൂയ. ചിലർ ഇത് പുതിയതാണല്ലോ, ഇത് പുതിയത് കർത്താവ് തന്നതാണ്. പുതിയതല്ലേ നമുക്ക് ആവശ്യം? പഴയത് മതിയോ? നിങ്ങൾക്ക് പഴയതും വേണ്ട, പുതിയതും വേണ്ട. പക്ഷേ ഓണത്തിൻ്റെ തല ഞായറാഴ്ച ഇന്നാണ് ഞങ്ങൾ ഷോപ്പിങ്ങിന് വെച്ചിരുന്നത്. പോവാന്നേ ഉച്ചയ്ക്ക് ശേഷം എന്നെ കൂടെ വിളിക്കും, ഞാനും കൂടെ വരാം. ഉച്ചയ്ക്ക് 3 മണിക്ക് യൂത്ത് മീറ്റിംഗ് ഉണ്ട് കേട്ടോ. പിള്ളേരൊക്കെ ഇരുന്നോണ്ടോ പോകുന്നതൊക്കെ പിന്നീട്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. കമാൺ. അപ്പോൾ ഈ വേദപുസ്തകം പറയുന്നൊരു കാര്യമുണ്ട്. ഈ കർത്താവ് പറയുവാണ്, നിങ്ങളിൽ വസിക്കും, നിങ്ങളുടെ ഉള്ളിലും വസിക്കും. നിങ്ങളുടെ മേൽ വസിക്കും, നിങ്ങളുടെ ഉള്ളിലും അല്ലേ? ചിലർക്ക് ഉള്ളിലാണ് വസിക്കുന്നത്, ചിലർക്ക് മേലാണ് വസിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞ രാശി വേണ്ടിയിട്ടുണ്ട്? ഇതെങ്ങനെ തിരിച്ചറിയാൻ ഒറ്റ എളുപ്പവഴിയുണ്ട്. അത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും പരിശുദ്ധാത്മാവ് എനിക്ക് എവിടെയാണ് ഇരിക്കുന്നതെന്ന്. കേട്ടോ സഹോദരി സിസ്റ്റർ? ഇത് ഉള്ളിലാണെങ്കിൽ ഞാനിപ്പോൾ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും എൻ്റെ ഉള്ളിലുണ്ട്. ഇനി ഇത് പുറത്താണ് ഇരിക്കുന്നതെങ്കിൽ ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും സംഭവം എൻ്റെ പുറത്തായിരിക്കുന്നത്. ഇത് അകത്തും പുറത്തും ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും എൻ്റെ അകത്തും പുറത്തും ഉണ്ട്. അവർക്കായി സ്വതന്ത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഉള്ളിൽ വരുന്നത് ജീവിക്കാൻ വേണ്ടിയാണ്. അപ്പം അത് മറക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയി പദം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുന്നത് നന്നായി ജീവിക്കാൻ വേണ്ടിയാണ്. ശരിയല്ലേ? ഞാൻ പറഞ്ഞുതരാം. ഒരു മനുഷ്യൻ്റെ അകത്ത് അവൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വന്നാൽ അവൻ നന്നാവും. അവൻ എന്ത് ചെയ്യും? നന്നാവും. കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്നവൻ കള്ളുകൂടി നിർത്തും. പുക വലിച്ചുകൊണ്ടിരിക്കുന്നവൻ പുകവലി നിർത്തും. അവൻ കള്ളം പറയുന്നവൻ എന്ത് ചെയ്യും? നിർത്തും. അവൻ സത്യമേ പിന്നെ എന്ത് ചെയ്തുള്ളൂ? ഹല്ലേലൂയ. 2 മാസം ഉപദേശം പറയണ്ടെന്ന് വിചാരിച്ചു. ഇന്നത്തെ മെസ്സേജ് ഇത് വന്നു പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? ഹല്ലേലൂയ.
സത്യം 2 മാസത്തെ ഞാൻ ഉപദേശം ഒന്നും പറയണ്ടെന്ന് വിചാരിച്ച് വേറെ ലെവൽ വേറെ കേട്ടോ. അടുത്ത പോയിന്റിലേക്ക് വരുമ്പോൾ ലെവൽ മാറും. പക്ഷേ ഇത്രയും ഉപദേശം ഇതിനകത്ത് വരുന്നതിന് പറയാതിരിക്കാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് അകത്തു വരുമ്പോൾ അകത്തു വരുന്നവൻ ജീവിക്കും, നന്നായി ജീവിക്കും. എങ്ങനെയൊക്കെ ജീവിക്കത്തില്ല. അന്ന് വരെ കള്ളം പറഞ്ഞുകൊണ്ടിരുന്നവൻ എന്ത് ചെയ്യും? തല പോയാലും ഞാൻ സത്യമേ പറയൂ. ശ്രദ്ധിക്കുക, പരിശുദ്ധാത്മാവ് അകത്തു വരുമ്പോൾ അന്ന് വരെ അവൻ മദ്യപിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് അകത്തു വന്നാൽ അവൻ നേരായി ജീവിക്കണം തോന്നും, പിന്നെ കള്ളുടിക്കാൻ തോന്നുന്നില്ല. ആമേൻ. അന്ന് വരെ മോഷ്ടിച്ചുകൊണ്ടിരുന്നവൻ പിന്നെ എന്ത് ചെയ്യത്തില്ല? അകത്തു വന്നാൽ നീ നന്നായി ജീവിക്കും. ഹല്ലേലൂയ. അപ്പം ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കുക, നന്നായി ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? എങ്ങനെ അറിയാം? നന്നായി ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അകത്തെന്തുണ്ട്? ഇത് ദഹിക്കുന്നവളില്ല. ഹല്ലേലൂയ. പുറത്തുള്ള സാധനമാണ് വെടിക്കിട്ട സാധനം. ആമേൻ. അത് പോട്ടെ. പക്ഷെ ആകെ നന്നാവണ്ടേ നമുക്ക്? ആമേൻ. ബൈബിൾ പറയുന്നു അകത്തു പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ജീവിക്കാൻ വേണ്ടിയാണ് വരുന്നത്. നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യും? സുജിബ്രത്തിന് മനസ്സിലാവുന്നുണ്ടോ? അകത്ത് ആത്മാവുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ജീവിക്കും. കള്ളം പറയത്തില്ല, പുക വലിക്കത്തില്ല, കള്ളുടിക്കത്തില്ല, മോഷ്ടിക്കത്തില്ല, വ്യഭിചാരം പോകത്തില്ല. കൽപ്പനകൾ എന്തുണ്ടോ അത് പ്രമാണിക്കും. കാരണം എന്താ? അകത്ത് പരിശുദ്ധാത്മാവ്. ഇനി അടുത്തൊരു കൂട്ടറുണ്ട്, പരിശുദ്ധാത്മാവ് പുറത്താണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പുറത്താണ് വരുന്നതെങ്കിൽ പുറമേ കുറച്ച് കാര്യങ്ങൾ കാണും, പക്ഷെ അകത്ത് എല്ലാ പരിപാടിയും കാണും. ഒരു ഹല്ലേലൂയ പറ. പിടിയിടുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത് പുറത്തു വന്ന കൈയടി, ഇത് പുറത്തു വന്ന തുള്ളിച്ചാടും. ഇത് പുറമെയാണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ നീ കിടക്കുകയും ഉരുളുകയും ഓടുകയും ചാടുകയും ഒക്കെ ചെയ്യും. ഇത് പുറമെയാണ് വരുന്നതെങ്കിൽ നീ ചിലപ്പോൾ പ്രവചിക്കും. ഇത് പുറത്താ വരുന്നതെങ്കിൽ നീ പലതും ചെയ്യും. പക്ഷെ അകത്തില്ലെങ്കിൽ ജീവിതം ശരിയാകത്തില്ല. പുറത്തു വന്ന വേറെ പലതും നടക്കും. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിങ്ങളോട് പറയുന്നു, ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകണം, പരിശുദ്ധാത്മാവ് എവിടാണ് ഇരിക്കുന്നത്? അകത്താണോ പുറത്താണോ? ആത്മാവ് ഇന്ന് പകൽ നിങ്ങളോട് പറയുക, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത് വേണോ പുറത്ത് വേണോ? ഹല്ലേലൂയ. ആമേൻ. ശരിയല്ലേ? ഞാൻ ഈ പറഞ്ഞതിൽ തെറ്റുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ തെളിയിച്ചു തരാം. ആമേൻ. വചനം കൊണ്ട് തെളിയിച്ചിട്ട് ഞാൻ പോകത്തുള്ളൂ. ശ്രദ്ധിക്കുക, വചനമില്ലാതെ ഞാനൊരു മെസ്സേജ് എടുക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് അകത്തും വസിക്കും, പുറത്തു വസിക്കും. അകത്തു വരുന്നത് എന്തിനു വേണ്ടിയാ? നന്നായി ജീവിക്കാൻ വേണ്ടിയാ. പുറത്തു വരുന്നത് സർവീസ് ചെയ്യാൻ വേണ്ടിയാ. ഇത് നിങ്ങളുടെ മേൽ പുറത്തു വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മേൽ വരുന്നത് എന്ത് ചെയ്യാനാണ്? സർവീസ് ചെയ്യാൻ. സർവീസ് എന്ന് പറഞ്ഞാൽ എന്താ? ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി. നിങ്ങളുടെ മേൽ ഇത് വന്നാൽ നിങ്ങൾ സാധാരണക്കാരനെ പോലെ ഇരിക്കത്തില്ല. നിങ്ങൾ ചിലത് ചെയ്യാൻ തുടങ്ങും, നിങ്ങൾ ചില വർക്ക് ചെയ്യാൻ തുടങ്ങും. ചിലപ്പോൾ നിങ്ങൾ പ്രവചിക്കും, ചിലപ്പോൾ നിങ്ങൾ ശുശ്രൂഷിക്കും, ചിലപ്പോൾ നിങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ചിലപ്പോൾ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും, ചിലപ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇത് upon you, നിങ്ങളുടെ മേൽ വന്നാൽ നിങ്ങൾ വ്യത്യസ്തരായി മാറും. യേശുവിന്റെ നാമത്തിൽ ജയ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതിന്റെ ഡിഫറൻസ് ആണ്, ഇതിന്റെ വ്യത്യാസമാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഹോളി സ്പിരിറ്റ് ഇൻ യു ആൻഡ് വിത്ത് യു. നിങ്ങളുടെ ഉള്ളിലും നിങ്ങളുടെ മേലും കിടക്കുന്നതിന്റെ വ്യത്യാസമാണ് ഞാൻ പറയാൻ പോകുന്നത്. ചിലർ പരിശുദ്ധം ഒന്നാണ്, ചിലപ്പോൾ അകത്തും ചിലപ്പോൾ പുറത്തും ഇരിക്കും. ഇങ്ങനൊന്നും അല്ല ഇരിക്കുന്നത്. ആമേൻ. നിങ്ങളുടെ അകത്ത് വസിക്കണം. അകത്ത് വസിച്ചാൽ നിങ്ങൾ മാറും. പുറത്തു വസിച്ചാൽ ശുശ്രൂഷ വെളിപ്പെടാൻ തുടങ്ങും. ഗ്ലോറി. ചിലർ നല്ല ആൾക്കാരായിരിക്കും, അല്ലെ? നല്ല മനുഷ്യരായിരിക്കും. ഒരു കള്ളവും ചെയ്യത്തില്ല, ഒരു പാപവും ചെയ്യത്തില്ല, ഒന്നിനും കൂട്ടുപോകത്തില്ല, ഒന്നിനും കൂട്ടിരിക്കത്തില്ല. പക്ഷെ വെളിയിൽ വേറെ ഒന്നും കാണത്തില്ല. വലിയ ശുശ്രൂഷയോ അല്ലെങ്കിൽ പുറത്ത് വചനം പറയുകയോ അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടി ഒന്നും കാണത്തില്ല. കാരണം അകത്തുള്ളത് കൊണ്ട് അവൻ നന്നായി ജീവിക്കുന്നു. ശ്രദ്ധിക്കുക. പക്ഷെ പുറത്താണെങ്കിൽ, അകത്തില്ലെങ്കിൽ അവൻ്റെ കാര്യം പോക്കാം. അതാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കിയാലും അവിടെ പേരില്ലേലും പ്രയോജനമില്ല. മനസ്സിലാകുന്നുണ്ട് ഞാൻ പറഞ്ഞ രാഷ്ട്രീയം? ഇത് പുറത്തു മാത്രം ഇരിക്കുന്ന ആരും ഉണ്ട് ഇവിടെ. അതൊന്ന് ക്ലിയർ ചെയ്യണം. ഇത് പുറത്തു മാത്രം ഓരോ പിടിച്ചകത്തിട്. ഒരു ഹല്ലേലൂയ പറ. കമോൺ. മനസ്സിലാക്കണം. പുറത്തു മാത്രമേ ഉള്ളൂവെങ്കിൽ നീ എന്ത് ചെയ്യും?
പുറമേ പലതും ചെയ്യും, പക്ഷേ അകം നന്നാവത്തില്ല. അതുകൊണ്ട് കർത്താവ് പറയുന്നൊരു ആശയമുണ്ട്, ഇത് നിങ്ങളിൽ വസിക്കണം, നിന്റെ ഉള്ളിൽ വസിക്കണം, നിന്റെ കൂടെ വസിക്കണം. ദൈവാത്മാവ് ഇന്ന് പകൽ നിങ്ങളോട് പറയുക, നിങ്ങളിൽ വസിക്കണം, നിങ്ങളുടെ കൂടെ വസിക്കണം. എത്ര പേരത് ആഗ്രഹിക്കുന്നുണ്ട്? പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കണം, നിങ്ങളുടെ കൂടെ. ഹല്ലേലൂയ. Come on. അപ്പൊ ഒന്ന്, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുമെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നന്നായി ജീവിക്കാൻ പറ്റും. രണ്ടാമത് പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുന്നെങ്കിൽ, ആമേൻ, നിങ്ങൾ ശുശ്രൂഷകൾക്ക് വേണ്ടി കർത്താവ് നിങ്ങളുടെ ശരീരത്തെ പ്രയോജനപ്പെടുത്താൻ പോവുകയാണ്. ഇനി ഞാൻ അതിൻ്റെ ഒന്ന് രണ്ട് തെളിവുകളിലേക്കൊന്ന് വരാൻ പോവുക. ആമേൻ. ഞാൻ ഈ പറഞ്ഞ സത്യമാണോ ഇല്ലയോ ഒന്നും നമ്മൾ നോക്കണം. ആമേൻ. പരിശുദ്ധാത്മാവ് അകത്തുണ്ടെങ്കിൽ ഹൃദയത്തിനകത്ത്, നമ്മളൊരു വാക്യം വായിച്ചോ, ഈ 14-ാം അധ്യായത്തിൽ തന്നെ ഒരു വാക്യം കൂടെ വായിച്ചു. 14-ാം അധ്യായം 26-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കാം. യോഹന്നാൻ സുവിശേഷം 14 അതിൻ്റെ 26. ബൈബിൾ ഇങ്ങനെ പറഞ്ഞു, കാര്യസ്ഥൻ എന്ന പരിശുദ്ധാത്മാവ് നിങ്ങളെ സകലവും എന്ത് ചെയ്യും? ഉപദേശിച്ചു തരും. ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും അവൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ശ്രദ്ധിക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ളിലുണ്ടെങ്കിൽ ആ ഉള്ളിലെ ആത്മാവ് നിങ്ങളെ ഉപദേശിക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞില്ല. അകത്തു പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ടെങ്കിൽ നീ ചെയ്യാൻ പോകുന്ന തെറ്റാണെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപദേശിക്കും. ചിലപ്പോൾ നമ്മൾ പറയും, ഞാൻ ഇന്ന് കള്ളു കുടിക്കാൻ പോകുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് അകത്തുള്ളൊരു വ്യക്തി അല്പമെങ്കിലും ഉണ്ടെങ്കിൽ പറയും, പോകരുത്, അത് തെറ്റാണ് എന്നകത്തിരുന്ന് ഉപദേശിക്കും. ഇനി വേറൊരു സാധനമുണ്ട്, അവനാണ് ഇതിനേക്കാളും വലിപ്പം കൂടി നിങ്ങളുടെ ഹൃദയത്തിനകത്ത്. അവൻ പറയും, പോ, ആരും കാണുന്നില്ല, പെട്ടെന്ന് പോ, ചെന്ന് കുടിച്ചോ. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപദേശിക്കും. ഉപദേശം ഇഷ്ടപ്പെടുന്ന ആരുണ്ട്? സ്വത്രം 4, 3, 7 അത്രയും ഇല്ലത്, 3.5 ഉള്ളൂ. ഉപദേശം ഇഷ്ടപ്പെടുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഉപദേശം പ്രസംഗിക്കുന്ന സമയത്ത് കുറച്ച് പേരെ പറയത്തുള്ളൂ, എന്തായാലും കൊള്ളായിരുന്നു പാസ്റ്ററെ. ഇനി ഫയറാണ് ചെയ്യുന്നതെങ്കിൽ അന്ന് കൂടുതൽ പ്രശംസ കിട്ടും. ഇന്ന് അടിപൊളിയായിരുന്നു പാസ്റ്ററെ എന്ന്. ഹല്ലേലൂയ. ഞാൻ പറയുന്നതിൻ്റെ ആശയം, പലർക്കും ഉപദേശം എന്ത് ചെയ്യത്തില്ല, അത് കേട്ടപ്പോഴേ നമുക്കിവിടെ ബോധക്ഷയമാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു 2 മാസം എടുക്കണ്ടെന്ന് വിചാരിച്ച സാധനമാണ്. ഈ ഒരു ടോപ്പിക്ക് വന്നപ്പോൾ എനിക്ക് പറയാതിരിക്കും, കാരണം ഉള്ളിൽ ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി പറയുന്നത്. ഇതെന്ത് ചെയ്യും? ഉപദേശിക്കും. തെറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് തെറ്റ് ചെയ്യരുതെന്ന് അകത്തൊരാളിരുന്ന് മന്ത്രിക്കാറുണ്ടോ? ആ മന്ത്രിക്കുന്ന സാധനത്തിൻ്റെ പേരാ പരിശുദ്ധാത്മാവ്. വേറൊരു സാധനം പറയും, കുഴപ്പമില്ലടാ, ഇന്ന് ആരും കാണുന്നില്ല, പാസ്റ്ററും ഇല്ല, അപ്പനും ഇല്ല, അമ്മയും ഇല്ല, ഭർത്താവും ഇല്ല, ഭാര്യയില്ല, നീ പോ എന്ന് പറഞ്ഞാൽ അവൻ്റെ പേരാണ് ആര്? ഒരു ഹല്ലേലൂയ അവർ പറഞ്ഞില്ലല്ലോ. അതെ. അപ്പോൾ ഇത് അകത്തുണ്ടെങ്കിൽ നിനക്ക് എന്ത് ചെയ്യും? ഉപദേശം തരും. ബൈബിൾ പറഞ്ഞ സകലതും നിന്നെ ഉപദേശിക്കും. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിലാണ് വസിക്കുന്നതെങ്കിൽ ബൈബിൾ പറയുന്നു, തക്ക സമയത്ത് നിനക്ക് ഉപദേശങ്ങളെ തരും. ആമേൻ. ഇനി ആത്മാവ് ഉള്ളിലാണുള്ളതെങ്കിൽ ഒരു എടുത്തു പറയാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നിന്റെ അകത്താണ് പരിശുദ്ധാത്മാവ് ഉള്ളതെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ പുറത്തു വരും. ഫലം നിന്നിൽ പുറത്തു വരുന്നെങ്കിൽ മനസ്സിലാകണം, നിന്റെ അകത്തു പരിശുദ്ധാത്മാവുണ്ട്. കേൾക്കുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? എന്തൊക്കെയാ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ? സ്നേഹം, സന്തോഷം, സ്നേഹം അല്ലേ? സ്നേഹം അറിയോ? സ്നേഹം എന്താണെന്ന് ചിരിക്കുന്നല്ല സ്നേഹം, ഹൃദയത്തിൽ നിന്ന് പറയണ സ്നേഹം. പലരുടെ സ്നേഹത്തിന് എലാസ്റ്റിക് തീരും. ഗ്ലോറി. സ്നേഹം ഇതെങ്ങനെ വരണം? ഹൃദയത്തിൽ നിന്ന് വരണം. സന്തോഷം, ക്ഷമയുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഞാൻ പ്രസംഗിക്കുന്നുണ്ട്. സ്തോത്രം, ദൈവം അനുഗ്രഹിക്കട്ടെ. ഉള്ളവരുണ്ടെന്ന് പറഞ്ഞു, ഇല്ലാത്തവർ പ്രാർത്ഥിക്കുക, ക്ഷമ തരട്ടെ. ഹല്ലേലൂയ. അല്ലേ? ഞാൻ ഈ ശിംശോന്റെ ആത്മാവൊക്കെ ഇടയ്ക്കിടയ്ക്ക് പ്രസംഗിക്കും. ദൈവം ഇത് അതൊന്നും വലിച്ചു കയറ്റി വെക്കരുത്. ശക്തി നല്ലതാണ്. ശിംശോന്റെ ആത്മാവിന് പ്രത്യേകം കീറും. പാസ്റ്റർ, ഇത് അഭിഷേകത്തിന്റെ ബലമാണ്, കീറിക്കളയാം. ഇതിൽ അങ്ങനൊന്നും വേണ്ട. നമുക്ക് കീറാനുള്ള ആത്മാവല്ല നമുക്കുള്ളത്. ഒരു ഹല്ലേലൂയ പറഞ്ഞില്ലല്ലോ നിങ്ങൾ. അമ്മേ, ഈ കർത്താവ് പറയുക, ഈ പരിശുദ്ധാത്മാവ് ഉള്ളിലുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഫലം വരും. ശരിയല്ലേ?
ഇത് ഉള്ളിലുണ്ടെങ്കിലല്ലേ ഈ ആത്മാവിൻ്റെ ഫലം വരത്തുള്ളൂ. ഇനി പരിശുദ്ധാത്മാവിന് ഫലവുമുണ്ട്, വരവുമുണ്ട്. ഞാൻ ആ ക്ലാസ് എപ്പോഴും എടുത്തിട്ടുണ്ട് അല്ലേ, കേട്ടിട്ടില്ലേ നിങ്ങൾ? പരിശുദ്ധാത്മാവിന് ഫലവുമുണ്ട്, വരവുമുണ്ട്. ഇത് രണ്ടും ഒന്നല്ല, രണ്ടാ. കുറേ ഫലങ്ങളുമുണ്ട്, 9 വരങ്ങളുമുണ്ട്. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? ഇത് ഉള്ളിലുണ്ടെങ്കിൽ ഫലം പുറത്തു വരും. അപ്പോൾ ഫലം പുറത്തു വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അകത്താരുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവുണ്ട്. ഫലം പുറത്തു വരുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആരില്ല? ഇല്ല. ഇനി വേറെ തലയിലെ ആൾക്കാർ കൈവച്ച് വിവേചിക്കൊന്നും വേണ്ട. ഈ വചനം കൊണ്ട് നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. ഒരു കാലില്ലേ, ചിലർക്ക് എപ്പോഴും ഡൗട്ടാ, പക്ഷേ എൻ്റെ തലയിലേക്ക് വെച്ചിട്ടൊന്ന് പറഞ്ഞു എനിക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടോന്ന്. വേണ്ടെന്ന ഒറ്റ കാര്യം മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി. അകത്തൊന്ന് ഫലം വരുന്നുണ്ടെങ്കിൽ നിന്റെ അകത്ത് എന്തുണ്ട്? ആത്മാവുണ്ട്. അകത്തൊന്ന് ഫലമില്ലെങ്കിൽ നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നില്ല. ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നില്ല. നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നില്ല. ആമേൻ. അപ്പൊ അകത്ത് ഫലമുണ്ടെങ്കിൽ ബൈബിൾ പറയുന്നു പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുന്നു. ആമേൻ. ഇനി ഫലമില്ലാത്ത പരിശുദ്ധാത്മാവുണ്ട്, ഞാൻ പറയാം അത് പുറത്താണ് കിടക്കുന്നത്. അകത്ത് സാധനമില്ല, പുറത്ത്. അപ്പൊ ഫലമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുന്നു എന്ന് എന്ത് ചെയ്യാം? തിരിച്ചറിയാം. ഇനി ഇത് ഉള്ളിൽ വസിക്കുന്നതിൻ്റെ തെളിവാണ് ഞാനിപ്പോൾ പറഞ്ഞത്. കണ്ടോ, ഇനി അത് വിവരിക്കാൻ വായിക്കാൻ എനിക്ക് സമയമില്ല. വായിച്ചാൽ എനിക്ക് 1.5 തീർക്കണമെന്നുണ്ട്. ആമേൻ. അപ്പോൾ അതിനകത്ത് തീർക്കാൻ വേണ്ടിയാണ് ഞാനിത് വായിക്കാതെ പോകുന്നത്. അല്ലെങ്കിൽ വായിപ്പിച്ച് പോകാൻ 1-2 കാര്യങ്ങൾ. അപ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ളിലുണ്ടെങ്കിൽ എങ്ങനെ തിരിച്ചറിയാം? ഫലം വരും, ഫലമുണ്ടാകും. അടുത്ത് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, ഇത് ഉള്ളിൽ ഉള്ളപ്പോൾ ഫലം വരും. ഇനി ഇത് പുറത്തു വന്നാൽ എന്താ സംഭവിക്കുമെന്ന് അറിയാമോ? ഹല്ലേലൂയ. അത്രയും കൂടെ പറഞ്ഞിട്ട് ഞാൻ 1-2 എക്സാമ്പിൾ ഈ വേദപുസ്തകത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു കേൾപ്പിക്കും. അത് കഴിയുമ്പോൾ ചിലരുടെ മേൽ പരിശുദ്ധാത്മാവ് വരും. മേൽ മാത്രമുള്ളവർ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് വരും. ഹല്ലേലൂയ. മനസ്സിലായിട്ട് പ്രാർത്ഥിച്ചാലേ പ്രയോജനമുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിലേക്ക് പോകുന്നത്. ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് അകത്തും വരും, പുറത്തും വരും. രണ്ട് കാര്യം, അകത്തും വരും, പുറത്തും വരും. അകത്ത് വന്നാൽ നന്നായി ജീവിക്കും. ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് വരുന്നാൽ പരിശുദ്ധാത്മാവ് ഉപദേശിച്ച് തരും. ഇതുവഴി പോ, ഇങ്ങനെ പോ, അത് ചെയ്യുക, ഇത് ചെയ്യുക, നല്ല കാര്യങ്ങൾ പറഞ്ഞു തരും. നന്നായിട്ട് ജീവിക്കും. ആമേൻ. ജീവിക്കാനാണ് അകത്ത് പരിശുദ്ധാത്മാവ് വരുന്നത്. ആമേൻ. ഇനി പരിശുദ്ധാത്മാവ് അകത്ത് വന്നാൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ഉണ്ടാകും. ഓക്കെ, പരിശുദ്ധാത്മാവിന്റെ എന്തുണ്ടാകും? ഫലങ്ങൾ. ഇത് വെച്ച് തിരിച്ചറിയാം പരിശുദ്ധാത്മാവ് ഉള്ളിലുണ്ട്. ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നാൽ, അത് കേൾക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ സഹോദരൻ? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നാൽ എന്താ പ്രശ്നം? എന്താ സംഭവിക്കുന്നത്? എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അങ്ങനെ മേൽ വരുമോ? വരും. ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. ഞാനത് വായിപ്പിക്കാൻ പോവുക. ആമേൻ. അത് വരും. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കുക. റെഫറൻസ് വെച്ച് ഞാൻ പോവുക. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, ആ വാക്യം ഒന്നിട്ടേക്ക് ഷിബിൻ ബ്രദറെ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, ഉള്ളിലെന്നല്ല പറഞ്ഞ് നിങ്ങളുടെ പുറത്തു വരും. ശ്രദ്ധിക്കുക, ഇത് യേശുക്രിസ്തു പറഞ്ഞ വാക്യമാണ്. ഞാൻ തെളിയിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, അടുത്തെന്നാ പറഞ്ഞ്, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികൾ ആകും. അങ്ങനെ ഉയർത്തി ഹല്ലേലൂയ. Come on. ശ്രദ്ധിക്കുക, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ശക്തി കിട്ടും. ഇത് യേശുക്രിസ്തു എപ്പോഴാ പറഞ്ഞെന്നറിയാമോ? സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത്. ഇനി ഇതേ ശിഷ്യന്മാർക്ക് യേശു യോഹന്നാൻ സുവിശേഷത്തിൽ പരിശുദ്ധാത്മാവിനെ കൊടുത്തു. നിങ്ങൾക്ക് എത്ര പേർക്ക് ഭാഗം അറിയാം? യോഹന്നാൻ സുവിശേഷം, അതുകൊണ്ടൊന്ന് വായിച്ച്. യോഹന്നാൻ സുവിശേഷം 20-ാമത്തെ അധ്യായം, അതിൻ്റെ 22 തോന്നുന്നു. ഒന്ന് വായിക്ക്. ഇങ്ങനെ പറഞ്ഞ ശേഷം വെച്ചോ, അവൻ അവരുടെ മേൽ എന്ത് ചെയ്തു? ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. മതി. ശ്രദ്ധിക്കുക, ഇങ്ങനെ പറഞ്ഞ ശേഷം, ഇത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലേ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ.
ഇതേ ശിഷ്യന്മാരോട് യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നു, അവരുടെ മേൽ ഊതിയിട്ട് പറയുക, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. അപ്പൊ ഇവർ പരിശുദ്ധാത്മാവിനെ കൈക്കൊണ്ടില്ലേ? കൊണ്ടു. പക്ഷെ അവിടെ കൈയടിച്ചില്ല, അവിടെ അന്യഭാഷ പറഞ്ഞില്ല, അവിടെ അവർ തുള്ളിയില്ല, അവിടെ അവർ കസേരം തെറിപ്പിച്ചു പോയില്ല. പിന്നെ അവർ സ്വീകരിച്ചു. എവിടെ സ്വീകരിച്ചു? ഹൃദയത്തിൽ. ശ്രദ്ധിക്കുക. യേശു കൊടുത്താൽ അവർ സ്വീകരിച്ചു. ശിഷ്യന്മാരുടെ കയ്യിൽ യേശു പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞു, അവർ ഉള്ളിലേക്ക് സ്വീകരിച്ചു. ഊതി, അതൊരു ശ്വാസമാണ്, അതവരുടെ ഉള്ളിലേക്ക് കയറിപ്പോയി. അതേ ശിഷ്യന്മാരോട് സ്വർഗാരോഹണത്തിന് മുമ്പ് യേശു പറഞ്ഞു, കാത്തിരിക്ക, പരിശുദ്ധാത്മാവിന് ഉള്ളിലല്ല നിങ്ങളുടെ മേൽ വരാൻ പോവാ. ഇന്ന് പകൽ ആത്മാവ് ആരുടെക്കും ഇതിനകത്ത് പറയുന്നു, ഉള്ളിലല്ല, അടുത്ത് സംഭവിക്കേണ്ടത് നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോവുകയാ. എത്ര പേർ ഇന്ന് പകൽ ആഗ്രഹിക്കുന്നു അത് നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ? ചിലതിന്റെ കഥ മാറാൻ പോവുക, ചരിത്രങ്ങൾ തിരുത്തപ്പെടാൻ പോവുകയാ. വിശ്വസിക്കുന്നവരുടെ പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം പറയുന്നു, ചിലതിന്റെ അനുഭവങ്ങൾ മാറും. അപ്പൊ യോഹന്നാൻ സുവിശേഷത്തിൽ യേശു ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ, ഊതിയിട്ട് പറഞ്ഞു പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. അവർ സ്വീകരിച്ചു. ആരും കൈയടിച്ചെന്ന് പറഞ്ഞില്ല, ആരും ഒന്നും ചെയ്തെന്ന് പറഞ്ഞില്ല, പിന്നെ ആരും മറ്റൊന്നും ചെയ്തെന്ന് പറഞ്ഞില്ല. ബൈബിൾ പറയുന്നു അവർ സ്വീകരിച്ചു എന്നത് ഓക്കെയാണ്, അക്സെപ്റ്റ് ചെയ്തു എന്നത് ഓക്കെയാണ്. എന്നാൽ അടുത്ത അപ്പോസ്തല പ്രവൃത്തി 1:8 പറഞ്ഞത്, ഇനി നിങ്ങൾ ഇരുന്നാ മതി, നിങ്ങളുടെ മേലത് വരാൻ പോവാ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ആരോട് പറയുവാണ്, നിങ്ങളുടെ മേലിൽ ദൈവം നിറയ്ക്കാൻ പോവുക. മഴ പെയ്യുമ്പോൾ വെള്ളം നിങ്ങളുടെ അനുവാദത്തോടെ അല്ല നിങ്ങളുടെ ശിരസിൽ വീഴുന്നത്, അതുപോലെ സ്വർഗം നിങ്ങളുടെ മേൽ ഇട്ട് തരാൻ പോവുക. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ചിലതിന്റെ മേൽ ദൈവം തന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ഈ ദിവസങ്ങളിൽ സ്വർഗം പകരാൻ പോവുകയാ. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് പകൽ ഇതിനകത്തുണ്ട്? ചിലതിന്റെ മേൽ യേശുവേ, നിന്റെ മഹത്വം വെളിപ്പെടട്ടെ. ഇന്ന് പകലിൽ ചിലതിന്റെ മേൽ ദൈവത്തിന്റെ ശക്തിയെ സ്വർഗം പകരട്ടെ. ക്രിസ്തയേശുവിന്റെ നാമത്തിൽ ജയ. ഇന്ന് പകലിലെ മഹത്വം ഇതിനകത്ത് ചലിക്കട്ടെ. ഇന്ന് പകലിലെ മഹത്വം ഇതിനകത്ത് വെളിപ്പെടട്ടെ. ദൈവിക സാന്നിധ്യം ഇതിനകത്ത് പകരട്ടെ. Hallelujah. ഇപ്പൊ നിങ്ങൾക്ക് കാര്യം പിടികിട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഉള്ളിലുമുണ്ട്, നിങ്ങളുടെ മേലും പകരും. ഉള്ളിൽ പകർന്ന സമയത്തൊന്നും തോന്നിയില്ല, പക്ഷെ അവൻ നന്നായി ജീവിക്കാൻ തീരുമാനിച്ചു. മേൽ പകരുമ്പോൾ ജീവിതമല്ല, മറിച്ച് പുറമേ ചില സർവീസുകൾ നടക്കും. സർവീസ് എന്ന് പറയുന്നത് കർത്താവിന്റെ വേലയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത പലതും ആത്മാവ് നിങ്ങളുടെ മേലുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോവുക. ദൈവശക്തി നിങ്ങളുടെ മേലുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോവുക. ഇന്ന് പകൽ അതിനാവശ്യം സർട്ടിഫിക്കറ്റ് അല്ല, അതിനാവശ്യം ലോകത്തിന്റെ സംഘടനകളുടെ ഒരു വാക്കോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റോ അല്ല. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ. അസാധാരണമായ ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഇന്ന് പകലിൽ ചിലതിന്റെ മേൽ ദൈവം വയ്ക്കും. ചിലതിന്റെ മേൽ ദൈവം പകരും. ദൈവത്തിന് ആവശ്യമുണ്ട് നന്നായി ജീവിക്കാൻ മാത്രമെന്നല്ല, ജീവിക്കണം, അതോടൊപ്പം ചിലതിനെ ശുശ്രൂഷയ്ക്ക് കർത്താവിന്റെ രാജ്യത്തിന്റെ പ്രവർത്തികളെ ചെയ്യാൻ ഇന്ന് പകലിൽ നിങ്ങളുടെ മേൽ, തലമേൽ, കൈമേൽ,
തൊടുക 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 തൊടുക. ദൈവശക്തി ചില ശരീരങ്ങളെ തൊടുന്നു തൊടുന്നു. ഓ ഓ റീബ ലകമനസേ റീബ ശംഭേനിയ റീക ലബശകേനിയ റീബ ശമനഗഡഗസേ വൈശസ് പ്രൗഢിബിരിഗഡഗസേ. യേശുവിന്റെ മഹത്വം ചലിക്കട്ടെ. യേശുവിന്റെ ഒരു വളഞ്ഞിരിക്കുക. റീബ നശകേനിയ റീക ശമനഗഡഗസേ. ഇൻ മൈറ്റി പവർ, യേശുവിന്റെ നാമത്തിൽ ജയ. ഇന്ന് പകലിൽ പരിശുദ്ധാത്മ പറയുന്നു, ചിലതിന്റെ മേലിൽ ഇതിറങ്ങാൻ പോവുക, ചിലതിന്റെ മേലിൽ ഇതിറങ്ങാൻ പോവുക. ഓ ഇറങ്ങാൻ പോവുക, ഇറങ്ങാൻ പോവുക. ടച്ച് ദ പവർ. ഓ തൊടുന്നു തൊടുന്നു തൊടുന്നു. ദൈവശക്തി തൊടുന്നു. ഫയർ ഓഫ് ഗോഡ്. ഓ തൊടുക തൊടുക തൊടുക. നിന്റെ മേലിൽ വരാൻ പോവുക സിസ്റ്ററെ. നിന്റെ തലവേദന വരാൻ പോവുക. നീ ആള് മാറാൻ പോവുക. നീ ആള് മാറാൻ പോവുക. ആള് മാറാൻ പോവുക. ദൈവാത്മാവ് തൊടുന്നു. റീബാന ഷെക്കേനിയ റീബ ശമനഗഡഗസി വൈശസ് പ്രൗഢിബിരിഗഡഗ അത്യുന റഗൽ കമനഗഡഗസി. യെസ്, ഉള്ളിൽ മാത്രമല്ല നിന്റെ മേലോ. വാവ് 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 വാവ്. റീബാല ശതറഖമന സിയാംതന റീഗ ക്ഷമനഗഡഗ ഷൈഡ പ്രൗഢിബിരിഗഡഗസി. ഒരുപാട് ഉദാഹരണം പറയാൻ എനിക്ക് ടൈമില്ല. ഞാൻ ഒന്നോ രണ്ടോ ഉദാഹരണങ്ങൾ ഇതിനെ ഞാൻ പ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങളോട് പറയാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രസംഗിച്ചൊരു മെസ്സേജ് ഉണ്ട്, ഷിംഷോൻ അല്ലെ. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ എനിക്ക് ലഭിച്ചൊരു മെസ്സേജാണ് ഷിംഷോന്റെ മെസ്സേജ്. ഷിംഷോനെ കുറിച്ച് ഞാൻ പ്രസംഗിക്കുമ്പോൾ തുടക്കകാര്യം ബൈബിൾ അവനെക്കുറിച്ച് പറയുന്നു. അവൻ ബാലനായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഉദ്യമിപ്പിച്ചു തുടങ്ങി എന്ന് പറഞ്ഞാൽ അവന് ചലിപ്പിച്ചു തുടങ്ങി, അവനെ ഇളക്കി തുടങ്ങി. ശ്രദ്ധിക്കുക, അവൻ എന്ത് ചെയ്തു? നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ശിംഷോന്റെ ന്യായാധിപന്മാർ 16 എടുത്ത് വായിച്ചു നോക്കുക. വായിപ്പിക്കാൻ എനിക്ക് സമയമില്ല, അതുകൊണ്ടാ. ശിംഷോനെ ഇളക്കി ചെറുപ്പം മുതലേ അവൻ എന്തുണ്ടാ? ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവുണ്ട്. ഉള്ളിൽ എന്തുണ്ട്? ദൈവത്തിന്റെ ആത്മാവുണ്ട്. അത് ഉള്ളതിന്റെ തെളിവാണ് അവൻ മുടി വെട്ടാത്തത്. ഉള്ളതിന്റെ ഇല്ലെങ്കിൽ 10-15 വയസ്സായ പിള്ളേർ മുടി വെട്ടുമ്പോൾ ഇവൻ വെട്ടത്തില്ലേ? വെട്ടും. പക്ഷേ ഇവൻ ഈ ഉപദേശത്തിൽ നിൽക്കാനുള്ള കാര്യം എന്താ? അവന്റെ അകത്ത് ആത്മാവുണ്ട്. വീഞ്ഞും മദ്യവും നാട്ടുകാർ കുടിച്ചപ്പോ ഇവൻ എന്താ കുടിക്കാത്ത? ഇവന്റെ അകത്ത് ആത്മാവുള്ളത് കൊണ്ട് അവൻ ഉപദേശത്തിൽ നിൽക്കുന്നു. ശ്രദ്ധിക്കുക. അവന്റെ അകത്ത് എന്തുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. എന്നാൽ അവന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. ഞാൻ നിങ്ങളോട് പറയാം. തിന്നക്കരികെയുള്ള മുന്തിരിത്തോട്ടത്തിലേക്ക് അവൻ പോകുമ്പോൾ, ഓർമ്മയുണ്ടല്ലോ ഭാഗം? എടുക്കുന്നില്ല. തിന്മക്കരികെയുള്ള മുന്തിരിത്തോട്ടത്തിലേക്ക് പോകുമ്പോൾ ബൈബിൾ പറയുന്ന ഒരു ബാലസിംഹം അവന്റെ മേൽ ചാടി വീണു. ശരിയല്ലേ? ഒരു ബാലസിംഹം അവന്റെ മേൽ ചാടി വീണു. നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചാൽ അവിടെ ഒരു ഭാഗമുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നു. അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന സാധനം ആത്മാവല്ലേ? അത് അകത്തുനിന്ന് പിടിയിടുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ ഒരു സംഭവത്തിൽ അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നു. ബൈബിൾ പറയുന്നു അവന്റെ കൈ കൊണ്ട് അതിനെ കീറിക്കളഞ്ഞു. ഇന്ന് പകലിൽ നിന്റെ മേലിൽ പരിശുദ്ധാത്മാവ് ചലിക്കാൻ തുടങ്ങിയാൽ, സാധാരണ അനുഭവങ്ങളല്ല, അസാധാരണമായ ചില ദൈവ പ്രവർത്തികൾ വിശ്വസിക്കുന്നവരുടെ മേൽ ഇന്ന് പകൽ ആത്മസാന്നിധ്യം വെളിപ്പെടാൻ പോവുക. നിന്റെ അകത്ത് മാത്രമല്ല, നിന്റെ പുറത്ത്. വിശ്വസിക്കുന്നവർ ഇന്ന് പകൽക്കാലം അത് സ്വീകരിക്കാൻ പോകുക. ഇന്ന് പകൽ ആത്മസാന്നിധ്യം നിങ്ങളുടെ അകത്ത്, മാത്രമല്ല നിങ്ങളുടെ പുറത്ത്. ഹോളി സ്പിരിറ്റ് എന്നാ പരിശുദ്ധാത്മാ പറയുന്ന കാര്യമെന്ന് പറയുന്നത്, ഇത് വിശ്വസിക്കുന്ന നിന്നോട് ദൈവം പറയുവാണ്, ഇത് അകത്തു മാത്രമല്ല അത് പുറത്തു വരാൻ പോവുക. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നു. അതെവിടെ വന്ന? അകത്തല്ല. അകത്തവൻ ആത്മാവില്ലേ? ഉണ്ട്. അതുകൊണ്ടാ വീഞ്ഞു കുടിക്കാത്ത, അതുകൊണ്ടാ മദ്യം കഴിക്കാത്ത, അതുകൊണ്ടാ മുടി വെട്ടാത്തത്. ഇതെല്ലാം ആത്മാവുള്ളതുകൊണ്ട് ഉപദേശിച്ചു കൊടുക്കുക. പക്ഷെ അടുത്തൊരു സീസണിൽ ലോകത്തിൽ ചില പ്രവൃത്തികൾ ചെയ്യാൻ സമയമായപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നു. ആത്മാവ് മേൽ വന്നു തുടങ്ങിയപ്പോ എന്ന് പറയാ, പുറത്തു വന്നപ്പോ കാണത്തക്ക മാനിഫെസ്റ്റേഷനുകൾ നടക്കുക.
ആത്മാവിന്റെ പ്രകടനങ്ങൾ വെളിപ്പെടാൻ തുടങ്ങി. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറ. ആത്മാവിന്റെ പ്രകടനങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. അടുത്ത ദൈവത്തിന്റെ വചനം പറയുന്നറിയാമോ? പുള്ളിയെ 7 കയറ് കൊണ്ട് കെട്ടി, അല്ലേ? 7 പച്ച ഞാണ് കൊണ്ട് പുള്ളിയെ കെട്ടി. ഇത് കെട്ടുമ്പോഴും പുള്ളിയുടെ അകത്തൊരാത്മാവുണ്ട്. ആമേൻ. പുള്ളിയുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ചിലർക്ക് വരും. ചിലപ്പോ നിങ്ങൾ ദൈവ മകനായിരിക്കാം, ദൈവ മകളായിരിക്കാം. ചിലപ്പോ ചില ഞാനുകളൊക്കെ എന്ത് ചെയ്തേക്കാം, കെട്ടപ്പെട്ടിരിക്കാം. പേടിക്കണ്ട. ശിംശോൻ അറിയാം, എന്റെ മേൽ ആത്മാവ് വന്നാൽ സെക്കൻഡ് കൊണ്ട് ഇത് പൊട്ടും. ഹല്ലേലൂയ. എന്റെ അകത്തുള്ളത് കൊണ്ട് ഞാൻ പിടിച്ചു നിൽക്കുന്നേ. പക്ഷെ എന്നെ കെട്ടി. എങ്കിലും അവൻ വിളിച്ചു ദൈവത്തോട്, ദൈവമേ എന്നെ ഓർക്കണമേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നപ്പോൾ 7 കെട്ടും തീ തൊട്ട ചണനൂൽ പോലെ പാറിപ്പോയെങ്കിൽ ഇന്ന് പകലിൽ ചില ബന്ധനങ്ങളെ അഴിക്കുവാൻ നിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഈ പകലിൽ നാമത്തിൽ ജയ റീബാന ഷെക്കേനിയ റീബൽ കമനഗഡഗസെ. യെസ്, ഇൻ ദ മൈറ്റി പവർ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. അപ്പൊ അകത്ത് ആത്മാവുണ്ടെങ്കിൽ ബ്രദറെ നന്നായി ജീവിക്കും നമ്മള്. പുറത്ത് ആത്മാവ് വന്നാൽ ചില ദൈവ പ്രവർത്തികൾ ചെയ്യാൻ പോവുക. ഈ കഴിഞ്ഞ ദിവസം ഞാൻ സൂമിലാണോ എന്നറിയത്തില്ല, ഇവിടെ പ്രസംഗം അറിയത്തില്ല. മോശയുടെ അനുഭവം പറഞ്ഞു. മോശ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 70 മൂപ്പന്മാരെ തിരഞ്ഞെടുത്തു. ഒരു മൂപ്പനാവണമെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റി വേണം. ചുമ്മാ ഇരിക്കുന്ന ആളെ മൂപ്പൻ എന്ന് പറഞ്ഞ് വിളിച്ച് മോശ ഇരുത്തത്തില്ല. കേൾക്കാനും ന്യായപാലനം ചെയ്യാനും പരിഹാരം വരുത്താനും ഒരു ക്വാളിറ്റി ഉണ്ടാക്കണം. അപ്പോൾ ദൈവകൃപ ഇല്ലാതെ മൂപ്പനാവാൻ പറ്റുമോ? ഇല്ല. 70 മൂപ്പന്മാരെ വിളിച്ച് മോശയുടെ അടുത്തിരുത്തിയിട്ട് പറയുക, മോശേ ഞാനൊരു ചെറിയ കാര്യം ചെയ്യാൻ പോവാ. എന്നറിയാമോ? മോശയെ അവിടെ നിർത്തി, 70 പേരെ ഇവിടെ നിർത്തി. എന്നിട്ട് ദൈവം വന്ന് മോശയിൽ നിന്ന് കുറച്ചെടുത്ത് 70 പേർക്ക് നിറച്ചു കൊടുത്തു. ശ്രദ്ധിക്കുക, അവരുടെ അകത്തുണ്ടെന്ന് സത്യമാണ്. പക്ഷെ ദൈവം എന്ത് ചെയ്തു? മോശയിൽ നിന്നെടുത്ത ഇപ്പുറത്ത് 70 പേരിലേക്ക് ഒറ്റ സെക്കൻഡ് കൊണ്ട് പകർന്നു കൊടുത്തു. ബൈബിൾ പറയുന്നു 70 പേരും ഒരുമിച്ച് പ്രവചിച്ചു. ഓ, ഇന്നേ വരെ മൂപ്പന്മാര് പ്രവചിച്ചിട്ടില്ല. എപ്പോഴാണോ അവരുടെ മേൽ ദൈവത്തിന്റെ ശക്തി വന്നത്, അന്നേരം 70 പേരും പ്രവചിച്ചു. എങ്കിൽ ഇന്ന് ആത്മാവിൽ ഞാൻ ഇതിനകത്ത് കൈമാറുന്നു. ചിലരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വരുമ്പോൾ ചിലർ പ്രവചിക്കാൻ പോവാ. പ്രവചിക്കാൻ പരിശുദ്ധാത്മാവ് ചില നാവുകളുടെ മേൽ നിന്റെ മേൽ അഭിഷേകം വന്നാൽ നീ പ്രവചിക്കാം. ഇത് നിന്റെ മേൽ വന്നാൽ 70 മൂപ്പന്മാരുടെ മേൽ എടുത്തിട്ടപ്പോൾ 70 മൂപ്പന്മാരും പ്രവചിച്ചു. പുറപ്പാട് പുസ്തകത്തിലുണ്ട്, വേണേ കഴിഞ്ഞിട്ടൊന്ന് റെഫറൻസ് ചെയ്താ. 70 മൂപ്പന്മാരും എന്ത് ചെയ്തു? പ്രവചിച്ചു. ഇനി ആ ഭാഗം അങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കാം, കർത്താവേ ഈ അഭിഷേകം ഈ മോശയിൽ നിന്ന് കുറച്ചെടുക്കാതെ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് കൊടുത്താൽ പോരെ? അതിന് വേറൊരർത്ഥമുണ്ട്. മോശയോട് കൂടെ നിൽക്കാൻ മോശയിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ പകർച്ച തന്നെ വേണം. ഹല്ലേലൂയ. അല്ലേല് ഈ മൂപ്പന്മാർക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഇന്ന് പകൽ അഭിഷേകത്തിന്റെ സ്വഭാവമാണ്. ഞാൻ ഇങ്ങോട്ട് വരട്ടെ. ഈ ഒരു ഭാഗത്ത് പരിശോധിക്കുമ്പോൾ ബൈബിൾ പറയുന്നു, ഈ മോശയിൽ നിന്ന് ഒരു സമയത്തേക്ക് ആത്മാവ് പകർന്നപ്പോൾ അവർ അന്ന് അതുവരെ പ്രവചിക്കാത്തവർ ഒരുമിച്ച് പ്രവചിച്ചു. ബൈബിളൊന്നും പിന്നെ അവർ പ്രവചിച്ചിട്ടില്ല. ചിലരങ്ങനെ പുറത്തു വരുന്നതുകൊണ്ട് ഒരു പ്രാവശ്യത്തേക്ക് അങ്ങ് ചെയ്യും. ഒരു ഹല്ലേലൂയ പറഞ്ഞില്ലല്ലോ. പുറത്തു വരുന്നവർ പ്രവചിക്കും. അഭിഷേകം പുറത്തു വന്നാൽ നീ ഭൂതം പുറത്താക്കും.
അഭിഷേകം പുറത്തുണ്ടെങ്കിൽ നിന്നെ കാണുമ്പോൾ ചിലത് തെറിക്കും. അഭിഷേകം നിന്റെ മേൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ നിന്നെ കാണുമ്പോൾ തന്നെ അന്ധകാര ശക്തികൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല. പിടിയിടുന്നുണ്ടോ നിങ്ങൾക്ക്? പക്ഷേ നിന്റെ അകത്ത് ഉണ്ടെങ്കിൽ നന്ന, നിന്റെ അകത്തില്ലെങ്കിൽ പിന്നെ നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോ അത് നിലനിൽക്കത്തില്ല. ഇന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. പുറത്തുണ്ടെങ്കിൽ അത് ശുശ്രൂഷ നടക്കും. എന്നാൽ ഇന്ന് പകൽ അടുത്ത ദിവസം ചെയ്യണമെന്ന് നിർബന്ധമില്ല. മോശയുടെ മൂപ്പന്മാർ 70 പേരും ഒറ്റ പ്രാവശ്യമേ പ്രവചിച്ചിട്ടുള്ളൂ. അത് അപ്പോഴത്തെ അഭിഷേകത്തിന്റെ ബലത്തിൽ. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലെന്ന് എനിക്കറിയത്തില്ല. ബൈബിൾ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. പിന്നെ 70 മൂപ്പന്മാരും പ്രവചിച്ചിട്ടില്ല. ഉറക്കം വരാത്തവർക്കൊന്ന് ഹല്ലേലൂയ പറഞ്ഞേ. ഗ്ലോറി. ഉറക്കം വന്നവർ മാത്രം പറഞ്ഞില്ല. സ്വത്രം കഥാവ് അനുഗ്രഹിക്കട്ടെ. ഈ മോശയിൽ നിന്ന് 70 മൂപ്പന്മാർ ലഭിക്കുന്ന 70 പേരും ഒറ്റത്തവണ പ്രവചിച്ചു. പിന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല. ഈ മേലഭിഷേകം വന്ന കൈകൊട്ടൊക്കെ നടക്കും. മേലഭിഷേകം വന്ന അന്യഭാഷ പറയും. 100% ഗ്യാരണ്ടിയാണ്. നിങ്ങളുടെ മേൽ വന്നാൽ കസേരയൊക്കെ പൊളിച്ചിട്ടുണ്ട് പോവും. 100% ഉറപ്പാ. നിങ്ങളുടെ മേലഭിഷേകം വന്നാൽ പ്രവചിക്കും. ആമേൻ. അകത്ത് അഭിഷേകം ഇല്ലെങ്കിൽ ജീവിതം ശരിയാവത്തില്ല. പിടിയിടുന്നുണ്ടോ നിങ്ങൾക്ക്? എത്ര ഒന്ന് മനസ്സിലാക്കി എടുക്കണം നിങ്ങൾ. പുറത്ത് അഭിഷേകം ഉണ്ടെങ്കിൽ, അതല്ലേ യേശു ഒരിക്കൽ പറഞ്ഞ കാര്യം, ഭൂതങ്ങൾ പുറത്താകുന്നതിലല്ല, രോഗി സൗഖ്യമാകുന്നതിലല്ല, നിങ്ങളുടെ പേരവിടെ കാണണം. ഇത് പുറത്തെ അഭിഷേകം കൊണ്ട് നീ പലതും ചെയ്യും. പക്ഷേ അകത്ത് സാധനമില്ലെങ്കിൽ നിനക്ക് നന്നായി ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് സ്വർഗം പറഞ്ഞ് പുറത്ത് ആർക്കും ചിലപ്പോൾ വന്നെന്നിരിക്കും, അതുകൊണ്ട് പലതും ചെയ്തെന്നിരിക്കും. എന്നാൽ അതിന്റെ അകത്ത് വേണം പരിശുദ്ധാത്മാവ്. ചിലതിന്റെ അകത്തോട്ട് പരിശുദ്ധാത്മാവ് കയറട്ടെ, ചിലതിന്റെ മേൽ പരിശുദ്ധാത്മാവ് വരട്ടെ, ചിലതിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് നിറയട്ടെ. ജീവിതമോ അവന്റെ ജീവിത രീതികളും ഒരുപോലെ കർത്താവിന് വേണ്ടി ശുശ്രൂഷിക്കുന്നതും ഒരുപോലെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാൻ. ഓ യെസ് യെസ് യെസ്. തൊടുക ദൈവശക്തി ഇപ്പോൾ നിന്റെ മേൽ നിറയ്ക്കുന്നു. റിസീവ് ദ ഫയർ. ഓ നിറയുന്നു പിടിച്ചോടെ. In mighty name of Jesus. In the mighty power. ഇതിന്റെ മേൽ പരിശുദ്ധാത്മാവ് അകത്തും അതുപോലെ പുറത്തും ഒരുപോലെ ചില വ്യക്തികളിൽ വെളിപ്പെടാൻ സമയമായി. Receive the power. പിടിച്ചൊതുക്കാൻ കഴിയാത്ത ദൈവശക്തി ചില ശരീരത്തിന്മേൽ തീ പോലെ അകത്തും പുറത്തും ഒരുപോലെ ഇപ്പോൾ സംഭവിക്കട്ടെ. റിസീവ് ദ ഫയർ. മകത്വം തൊടുന്നു. വൈഷ പ്രൗഢി വിരികണ്ടക നികൾ കമനകണ്ടകസി വൈഷ പ്രൗഢി വിരികണ്ടക വൈരം ജനാധരാമനകണ്ടക അന്തൽ കമനകണ്ടകസി. അസാധാരണമായ ദൈവശക്തി ഇന്ന് പകൽ നിങ്ങളുടെ മേൽ വെളിപ്പെടും. ഇത് പുറത്തു മാത്രമല്ല, അകത്തു മാത്രമല്ല, പുറത്തു. ഓ ഗ്ലോറി ജീസസ്. In mighty power. ചിലരുടെ മേൽ ശക്തി വരും. ചിലരുടെ മേൽ അസാധാരണ ശക്തി വരും. അസാധാരണ ശക്തി വരും. ചിലരിന്ന് പ്രവചിക്കും ഇതിനകത്ത്. ചിലരുടെ മേൽ ദൈവത്തിന്റെ വരങ്ങൾ വെളിപ്പെടും ഇതിനകത്ത്. ഇന്ന് നിന്റെ മേലിൽ ശക്തി വരും. Receive the power. Ralma Shandana Rakshas Kamanakadagam Rigatana Chelakadaka Viramanakadagam Shaina Proudi Vigadaga Rakshas Kamanakadaga Shandal Kamanakadagasi Chila in the
Glory. Go. Ralma Shantana Rakshaskamana Gada. ചിലർ മേൽ ശക്തി വരാൻ പോവാ. ആമേൻ. ബ്രദറെ, മേൽ ശക്തി വരാൻ പോവാ. നിങ്ങളുടെ അകത്തു മാത്രമല്ല പുറത്തും വരാൻ പോവുക. പുറത്തു വന്ന കഥ മാറും. പുറത്തു വന്നാൽ അനുഭവം മാറും. പുറത്തു വന്നാൽ നിന്റെ ജീവിതത്തിന്റെ അവസ്ഥ മാറും. നിന്നെ കാണുമ്പോൾ തന്നെ പിടിച്ചോടെ തീ വെളിപ്പെടുന്നു. അസാധാരണമായൊരു തീ ആ മകന്റെ മേൽ വ്യാപരിക്കവന്റെ Holy fire. Ralma Shantana Regal Kamanagadaga Shaida Proudi Virigadagasi. In mighty name of Jesus. Atmavadi Shaktamai Parilo. Chiladinda man. Glory. Glory. In mighty power. In mighty power. Chiladinda man. Aha. Aha. Rikalama Shekenia. അങ്ങ് നോക്കണ്ടെന്നേ. നിങ്ങളുടെ മേൽ വരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചോ. മേൽ വന്നാൽ കഥ മാറും. മക്കളെ, മേലിൽ വന്നാൽ കഥ മാറും. സുസ്രേ, മേൽ വരും. നിന്റെ മേലിൽ അത് വരും. നിന്റെ മേലിൽ ഗ്ലോറി, 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 ഗ്ലോറി. ഇതിനകത്തുനിന്ന് പരിശുദ്ധങ്ങൾ നന്നായി ജീവിക്കുന്നവരെ മാത്രമല്ല, ദൈവത്തിനു വേണ്ടി ചിലത് ചെയ്യാൻ, ചില സർവീസുകൾ ചെയ്യാൻ കരുത്തുള്ള അഭിഷിക്തന്മാർ, അഭിഷിക്തകൾ ഈ പകൽ പുറത്തെടുക്കട്ടെ. യെസ് 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 യെസ്. Shandal Kabana Vaishas Proudi Viriamtana Ribala Hadala Jalagadaga Rachas Kavariamtane. Glory, glory. Amen, 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 amen. Oh, Shamana Ratalakamana Sikiriamtana. ആവശ്യമുള്ള റിസീവ് ചെയ്തോ, ആവശ്യമുള്ള റിസീവ് ചെയ്തോ. ഇന്ന് രാവിലെ ഞാൻ ഈ മെസ്സേജ് കാഞ്ഞിരംകുളം ചർച്ചയെ കുറിച്ച് അതേ മെസ്സേജ് ഞാൻ ഇവിടെ തരുന്നത് കേട്ടോ. ഒരു വ്യത്യാസവും ഇല്ല. ആമേൻ. രാവിലെ ഞാൻ കണ്ട ദൈവസാന്നിധ്യം ചെറുതൊന്നുമല്ല. ആമേൻ. 10-25 കസേര പ്രസംഗ സമയം അടുക്കി വയ്ക്കാനുണ്ടായിരുന്നു. അത്രയും ജനം സ്വീകരിച്ചതാണ്. അവരുടെ മേൽ ആത്മാവ് വന്നത് ഞാൻ കണ്ടു. ആശീർവാദം കഴിഞ്ഞ് ബൈബിൾ ക്ലാസ് നടത്താൻ പറ്റിയില്ല. ടീച്ചർമാരെല്ലാം കിടന്ന് പ്രവചിച്ചുകൊണ്ട് കിടക്കുക. 11:15 എന്നോട് വന്ന് സെക്രട്ടറി ചോദിക്കുക, പാസ്റ്ററെ ഇനിയിപ്പോ ബൈബിൾ ക്ലാസ് എന്നാ ചെയ്യാനാ? ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ച് കാശ് മേടിച്ച് പിരിച്ചുവിടുക. കാരണം ടീച്ചർമാർ ഇപ്പോഴും പ്രവചിച്ചുകൊണ്ട് കിടക്കുക. നിന്റെ മേൽ അഭിഷേകം വന്നാൽ ഇന്ന് പകൽ ഞാൻ പറയാം, ചിലത് പ്രവചിക്കുമെന്ന് പ്രവാചകന്മാരും പ്രവാചകിമാരും ഇപ്പോൾ ഇതിനകത്ത് ദൈവം തൊടാം. Wow. Holy Spirit, Holy Spirit, Holy Spirit. തൊടുക. ദൈവശക്തിയുടെ പരിവർത്തനം ചില ശരീരങ്ങളിൽ വെളിപ്പെടുന്നു. പിടിച്ചൊതുക്കാൻ കഴിയാത്ത ദൈവശക്തി. വിശ്വസിക്കുന്നവന്റെ മേൽ അത് റിസീവ് ചെയ്യുന്നു, അത് കൈമാറുന്നു, അത് കൈമാറുന്നു ബ്രദർ, അത് കൈമാറുന്നു, അത് കൈമാറുന്നു, അത് കൈമാറുന്നു. മക്കളെ, നിന്റെ മേൽ ആത്മാവ് അതിശക്തമായി പറഞ്ഞു. ചിലതിന്റെ മേൽ വെളിപ്പെടേണ്ട സമയം, ചിലതിന്റെ മേൽ വെളിപ്പെടേണ്ട സമയം ഉണ്ടോ? ഇതിനകത്ത് സ്വീകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ നീ സ്വീകരിച്ചോ. നിന്റെ ശുശ്രൂഷ മാറും, നിന്റെ തലം മാറും, നിന്റെ അനുഭവം മാറും. ഉള്ളിൽ മാത്രമല്ല, ഇത് നിന്റെ മേൽ ഒരു തീ വരുന്നത് പോലെ ചില ശിരസിന്റെ മേൽ ദൈവത്തിന്റെ അഗ്നി. ചിലതിന്റെ മേലത് വെളിപ്പെടുന്നു, ചിലതിന്റെ മേലത് വെളിപ്പെടുന്നു, ചിലതിന്റെ മേലത് വെളിപ്പെടുന്നു. മക്കളിത് മേലിൽ വരാൻ പോവാടാ, മേൽ വരാൻ പോവുക. ഇത് നിന്റെ മേൽ, നിന്റെ മേൽ ഇന്ന് പകലിൽ ഈ അഭിഷേകത്തിന്റെ പകർച്ച നിന്റെ മേൽ.
മേൽ, ഈ മകന്റെ മേൽ ഭയങ്കര തീ വെളിപ്പെടുന്നു. തീ പിടിച്ചൊതുക്കാൻ കഴിയാത്തൊരു അഗ്നി ചില ശരീരങ്ങൾ ചലിക്കാൻ പോവുക. നിന്റെ മേൽ അഭിഷേകം വെളിപ്പെടും. നിന്റെ മേൽ അഭിഷേകം വെളിപ്പെടും. നിന്റെ മേൽ അഭിഷേകം വെളിപ്പെട്ട നീ കൈകൊട്ടും. നിന്റെ മേൽ അഭിഷേകം വെളിപ്പെട്ട നീ പ്രവചിക്കും. നിന്റെ മേലിൽ അഭിഷേകം വന്നാൽ നീ ഭൂതത്തെ പുറത്താക്കും. നിന്റെ മേൽ അഭിഷേകം വന്നാൽ നീ രോഗികളെ സൗഖ്യമാക്കാം. നിന്റെ മേൽ അഭിഷേകം വന്നാൽ നീ വീര്യപ്രവൃത്തികൾ ചെയ്യാം. Come on, receive somebody. Receive somebody. മേലഭിഷേകം മേലഭിഷേകം വരാൻ പോവുക. ഉള്ളി മാത്രമല്ലെന്ന്, നിന്റെ മേൽ. അതിന്റെ അർത്ഥം നിന്നെ കാണുമ്പോൾ തന്നെ ദേശത്തിന് പിടികിട്ടും, ലോകത്തിന് പിടികിട്ടും. നിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി കിടക്കുന്നുണ്ട്. Yes, the holy power. Yes. 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 Shara thara bara khaba lekhenia. നിന്റെ മേൽ എന്തോ ദൈവാത്മാവ് അങ്ങനെ ചിലരോട് പറയുക, നിങ്ങളുടെ മേൽ ഈ അഭിഷേകം വെളിപ്പെടാൻ പോവുക. ഉള്ളി മാത്രം പോരെന്ന്, നിന്റെ മേലിൽ ഇറങ്ങാൻ പോവുക. ആള് മാറും, നിങ്ങൾ ആള് മാറും. സമയമല്ല. ഒരു വലിയ അഭിഷേകം നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോവുക. ഒരു വലിയ അഭിഷേകം നിങ്ങളുടെ മേൽ വരാൻ പോവുക. പിടിച്ചൊതുക്കാൻ പറ്റത്തില്ല മക്കളെ. ശക്തമായി പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിങ്ങളോട് ഇടപെടുക. ഇത് പുറത്തു വന്നാൽ ഇതുവരെ സംഭവിക്കാത്തത് സംഭവിക്കും. ഇത് നിങ്ങളുടെ മേൽ വന്നാൽ Glory Jesus. Amen. 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 അവിടെ ഇരുന്നു. ഇന്നമേ റൽബാ ശാന്തന റക്ഷസ്കമനകടക ഷൈഡ പ്രൗഢി വിനികടക റഗൽ കമനകടകസി റഖലബാ ഷേരധേരി അംഥന. Holy Spirit. Holy Spirit. Amen. നിങ്ങളുടെ മേൽ ഇത് വരും. ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. 20-ാം അധ്യായം 22 നമ്മൾ വായിച്ചു. ഊതി പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയാണ്. അന്ന് പത്രോസിന്റെ മേല ഊതിയെ സ്വീകരിച്ചു എന്നത് വാസ്തവമാണ്. പക്ഷെ അന്നൊന്നും നടന്നില്ല. അവരോട് പറഞ്ഞത്, നിങ്ങളുടെ അകത്തുണ്ട് സത്യം, ഇനി പുറത്തും വരണം. മർക്കോസിന്റെ മാളിക മുറിയിൽ നിങ്ങൾ വെയിറ്റ് ചെയ്താൽ നിങ്ങളുടെ മേലത് വരും. നിങ്ങളുടെ മേലത് വരും. 50-ാം നാൾ പെന്തക്കോസ്ത് ഡേ ബൈബിൾ പറഞ്ഞ മേലിന്ന് വന്ന് അവരുടെ നിറച്ചു. ബൈബിൾ പറയുന്നത് അതാണ്. ഞാൻ നേരത്തെ വായിപ്പിച്ച വാക്യം അപ്പോസ്തലൻ 1:8. നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ആമേൻ. അകത്ത് വന്നാൽ അകം മാത്രമേ ശക്തിപ്പെടൂ. പുറത്തു വന്നാൽ നിന്റെ പുറം ശക്തിപ്പെടും. ശിംശോൻ അതാ കിട്ടിയത്. അകത്തു വന്നപ്പോ അവൻ ഉപദേശത്തിൽ ശക്തിപ്പെട്ടു, പുറത്തു വന്നപ്പോ സിംഹത്തെ കീറി. പത്രോസിന്റെ മേൽ കർത്താവ് പറഞ്ഞു പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. പക്ഷേ അന്ന് മരിച്ചവനൊന്നും ഉയർത്തില്ല. മർക്കോസിന്റെ മാളിക മുറിയിൽ പുള്ളി ഇരുന്നു. അവന്റെ അകത്തല്ല, അവന്റെ മേൽ വന്നു. 2-ാം അധ്യായം 3-ാമത്തെ അധ്യായത്തിൽ പുള്ളിക്കാരൻ നടക്കുക, ഒരു ശുശ്രൂഷയ്ക്ക് പോകാൻ നടക്കുക. വഴിയരികിലിരുന്ന് 40 വയസ്സ് പ്രായമുള്ള ഒരു ഭിക്ഷക്കാരൻ കൈ നീട്ടുക. എന്തെങ്കിലും തരണം. ഇപ്പോ പത്രോസിന്റെ അവസ്ഥ, ഉള്ളിലല്ല പരിശുദ്ധാത്മാവ്, എന്നാൽ ഉള്ളിൽ ഇല്ലെന്നല്ല, ഉള്ളിലുണ്ട്. പുള്ളിയുടെ മേലും പരിശുദ്ധാത്മാവുണ്ട്. ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ കരുണ കാണിക്കും. ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഫലം പരോപകാരം ചെയ്യും. ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അവൻ കൈനീട്ടിയതല്ലേ സഹായിക്കാന്ന് പറയും. ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഇതാ. പക്ഷെ നിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ കാശല്ല ഇവിടുത്തെ വിഷയം.
40 വർഷമായി കൈനീട്ടിയവന്റെ കയ്യെ വച്ചിട്ട് പറയും, എഴുക്കടാ, എന്റെ കൂടെ വാ. ഇന്നു പകലിൽ അമ്മയുടെ ഉദരം മുതൽ മുടന്തു പിടിച്ച പോലെ ഒറ്റ കൈവയ്പ് കൊണ്ട് എഴുന്നേൽപ്പോ. എന്തോ 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 അകത്തല്ല, പരിശുദ്ധാത്മാവ് പുറത്തു നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ സമയമായി. അസാധാരണമായ ചില ദൈവപ്രവർത്തികൾ. Receive the power. Hallelujah. Praise God, praise God, praise God. നിങ്ങൾ സ്വീകരിക്കാൻ പറ്റുന്നവരൊക്കെ സ്വീകരിച്ചോടെ. Hallelujah, hallelujah. ഇന്ന് പകലിൽ ഇതൊരു സാധാരണ മെസ്സേജ് അല്ല. ഞാൻ പറഞ്ഞു, ഇത്ര കാലം ഞാൻ പഠിച്ചിട്ട് കിട്ടാത്തതാ, 2 ദിവസം കൊണ്ട് എനിക്ക് കിട്ടിയതാ. ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് പറയാ, റെഫറൻസ് ഇല്ലാതെ ഞാൻ പ്രസംഗിച്ചിട്ടില്ല, വായിപ്പിച്ചില്ലെന്ന് മാത്രം. നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാവുന്നതോടെ ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. പത്രോസ് പറയും, എൻ്റെ അകത്ത് മാത്രം പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നെങ്കിൽ അവന് ഞാൻ 5 രൂപ തുട്ടുകൊടുത്തേരെ. പക്ഷെ പുറത്ത് ആത്മാവ് കിടക്കുന്നതുകൊണ്ട് തുട്ടുകൊടുക്കാൻ പറ്റത്തില്ല. അവനെ പിടിച്ചെഴുന്നേൽപ്പിക്കും. പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ഒരു ശക്തി നിന്റെ മേൽ വന്നാൽ അത് ഫലമല്ല, അത് വരമ. ജീസസ്. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാനങ്ങ് പ്രാർത്ഥിക്കുക. മറ്റൊരുദാഹരണം കൂടെ. യേശു ക്രിസ്തുവിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. യേശു ക്രിസ്തുവിനെ നമ്മുടെ നായകൻ, നമ്മളുടെ ആരാധ്യൻ, നമ്മുടെ കർത്താവ്, നമ്മുടെ രക്ഷകൻ, ദൈവപുത്രൻ, ദൈവം അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. യേശു ഭൂമിയിൽ ജനിക്കുന്നത് പരിശുദ്ധാത്മാവിൽ ജനിച്ചു. യേശുവിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു, ഉറപ്പ്. 12-ാമത്തെ വയസ്സിൽ യേശു ദേവാലയത്തിൽ പോകുമ്പോൾ യേശു ഇരുന്നത് ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ. അങ്ങനെയല്ലേ ബൈബിൾ പറയുന്നത്? അപ്പനും അമ്മയും അവനെ കാണാഞ്ഞിട്ട് എവിടെ പോയി? യെരൂശലേമിൽ പോയി. അപ്പോൾ യേശു എവിടെ ഇരിക്കുക? ഉപദേഷ്ടാക്കന്മാരുടെ ഇടയിൽ. അതിനർത്ഥം എന്നാ? ഞാൻ നേരത്തെ വായിപ്പിച്ചു, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ഉപദേശിക്കും. ഇപ്പൊ 12 വയസ്സിൽ ഉപദേഷ്ടാക്കന്മാരുടെ ഇടയിൽ ഇരുന്നെങ്കിൽ യേശുവിന്റെ ഉള്ളിൽ എന്തുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. ഒരു ഹല്ലേലൂയ പറ. 30-ാമത്തെ വയസ്സിലാണ് അടുത്ത് നമ്മൾ യേശുവിനെ കാണുന്നത്. അടുത്ത് നമ്മൾ യേശുവിനെ കാണുന്നത് എത്രാമത്തെ വയസ്സിലാ? 30. 30-ാമത്തെ വയസ്സിൽ യോഹന്നാൻ സ്നാപകന്റെ മുമ്പിൽ യേശു വന്ന് നിൽക്കുക. എന്തിനു വേണ്ടി? സ്നാനപ്പെടാൻ വേണ്ടി. സ്നാനത്തിന് വന്ന് നിൽക്കുക. സ്നാനം കഴിഞ്ഞ് കയറുന്ന സമയത്ത്, കഴിഞ്ഞ ഉടനെ ബൈബിൾ പറയുന്നൊരു പ്രസ്താവനയുണ്ട്, സ്വർഗം തുറന്നു. പ്രാവ് എന്ന പോലെ. ആ വാക്യൊന്ന് വായിച്ചാലേ നിങ്ങൾക്കത് അതൊന്നും മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ആരേലും എടുത്തൊന്ന് വായിച്ചോ. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 22-ാം വാക്യം. ലൂക്കോസ് 3:22. ലൂക്കോസ് 3:22 എന്നാ പറഞ്ഞ്? പരിശുദ്ധാത്മാവ് ദേഹരൂപം എന്ന് പറഞ്ഞെന്നാ? ദേഹരൂപം എന്ന് പറഞ്ഞെന്നാ? ദേഹരൂപം എന്ന് പറഞ്ഞെന്നാ? ഇതിപ്പോൾ നിങ്ങൾ എക്സാമ്പിൾ ചിന്തിക്കുക. ഇതൊരു ദേഹമാണ് ഇല്ലേ? ശരീരമാണ്. പരിശുദ്ധാത്മാവ് വായിച്ചോ. ദേഹരൂപത്തിൽ പ്രാവ് എന്ന പോലെ അവൻ്റെ മേൽ ഇറങ്ങി. ഇപ്പോൾ യവൻ എന്നിലേക്ക് വന്നാൽ ഇങ്ങനെ വരും. ഇത്രേ പറ്റത്തില്ല, ഇതിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. പറ്റുമോ? മേൽ വന്ന ദേഹരൂപത്തിൽ വന്നെങ്കിൽ അത് പുറത്ത്. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിരുന്നേ. ആത്മരൂപത്തിലാണെങ്കിൽ അകത്ത്. ശരിയല്ലേ? ആ വാക്ക് അങ്ങനെ ഒന്നുകൂടെ വായിച്ചോ സിസ്റ്ററെ, ഒന്നുകൂടെ മനസ്സിലാവട്ടെ അവർക്ക്. ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേലിറങ്ങി വന്നു. അതിന്റെ അർത്ഥം കാണാൻ പറ്റുന്ന ശരീരരൂപത്തിൽ ആരുടെ മേൽ വന്നു? യേശുവിന്റെ മേൽ. ആമേൻ. ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞതിന്റെ ആശയം പറയാൻ പോവുക. ജനിച്ചത് പരിശുദ്ധാത്മാവിലാണ്. ആര്? യേശു. അപ്പൊ അകത്തെന്തുണ്ട്? ആത്മാവുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക്. പക്ഷെ 30-ാമത്തെ വയസ്സിൽ ദേഹരൂപത്തിൽ മേൽ വരികയാണ്. ഇതാര് കണ്ടു? യോഹന്നാനും പ്രിയപ്പെട്ടവർക്ക് കാണുക. അകത്താത്മാവ് ഉണ്ടായിരുന്നുകൊണ്ട്
30 വയസ്സ് വരെ നല്ല ജീവിതം നയിച്ചു. ശേഷം മോശപ്പെട്ട ജീവിതം എന്നല്ല ഞാൻ പറഞ്ഞത്. 30 വയസ്സ് വരെ ഒരു തെറ്റിലും യേശുപ്പെട്ടില്ല കേട്ടോ. 30 വയസ്സ് വരെ ഒരു പാപവും ചെയ്തെന്ന് ബൈബിൾ പറയുന്നില്ല. 30 വയസ്സ് വരെ ഒരു കേസുണ്ടായെന്ന് ബൈബിൾ പറയുന്നില്ല. 30 വയസ്സ് വരെ അടങ്ങി ഒതുങ്ങി കീഴടങ്ങി യേശു ജീവിച്ചു എന്നല്ലേ ബൈബിൾ പറയുന്നേ. 30-ാമത്തെ വയസ്സിൽ ദേഹരൂപേണ ദേഹത്തിൽ പ്രാവെന്ന പോലെ പരിശുദ്ധാത്മാവിറങ്ങി ആത്മാവ് അവന്റെ മേൽ വന്നപ്പോൾ കഥ മാറി. ഓ ഹല്ലേലൂയ, കഥ മാറി. ഈ മേൽ പരിശുദ്ധാത്മ വന്നു കഴിഞ്ഞപ്പോൾ സഭയിൽ പോയി, ചർച്ചയിൽ പോയപ്പോൾ പഴയ ബൈബിൾ എടുത്ത് അവിടുത്തെ മൂപ്പൻ യേശുവിൻ്റെ കൈ കൊടുത്തു. ബൈബിൾ വായിച്ചോ എന്ന് പറഞ്ഞ് ബൈബിൾ എടുത്ത് എന്ത് ചെയ്തു? യേശുവിൻ്റെ കൈ കൊടുത്തു. യേശു ബൈബിൾ എടുത്ത് നിവർത്തി വെച്ചപ്പോൾ കിട്ടിയത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകമാണ്. പുസ്തകം കൊടുത്ത് യേശു കൊണ്ട് വായിക്കാൻ തുടങ്ങി. ആമേൻ. യേശു കൊണ്ട് വായിക്കാൻ തുടങ്ങി. ലൂക്കോസ് 4:18 ജസ്റ്റ് അത് തുടർന്ന് വായിച്ചോ. ലൂക്കോസ് 4:18. ഈ വാക്ക യെശയ്യാവിൽ യേശു എടുത്ത് വായിച്ചത്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. അവൻ്റെ ആത്മാവ് ഇപ്പോൾ എൻ്റെ അകത്തല്ല, എൻ്റെ മേലുണ്ട്. ഓ, ദേഹരൂപത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ യേശു വെളിപ്പെടുത്തുക എൻ്റെ മേലുണ്ട്. 30 വർഷം അകത്തില്ലേ? അകത്തുണ്ട്. അകത്തുള്ളത് നന്നായി ജീവിക്കുന്നേ. പുറത്തു വന്നാൽ ചിലത് ചെയ്യും. വാഹോ, എൻ്റെ മേലുണ്ട്. അടുത്തെന്നാ പറഞ്ഞേ? ഈ മേൽ അഭിഷേകം വന്നാൽ സംഭവിക്കുന്നത് ബദ്ധന്മാർ വിടുവിക്കപ്പെടും. അടുത്തെന്നാ പറഞ്ഞേ? ചുമ്മാ അല്ല, കുരുടന്മാരുടെ കണ്ണു തുറക്കും, പീഡിതന്മാരെ സ്വതന്ത്രമാക്കും. മതി, അവിടെ നിൽക്കട്ടെ. നിന്റെ മേൽ അഭിഷേകമുണ്ടെങ്കിൽ ആത്മാവിന്റെ ഫലമല്ല, ആത്മാവിന്റെ വരം ചലിക്കും. ഓ, മനസ്സിലാക്കാൻ പറ്റുന്ന എനിക്കറിയത്തില്ല. അകത്താത്മാവുണ്ടെങ്കിൽ ആത്മാവിന്റെ ഫലം, നിന്റെ പുറത്താത്മാവുണ്ടെങ്കിൽ വരം. പരിശുദ്ധാത്മാവ് ഞാൻ നിങ്ങളോട് പറയുക, ഇന്നതിനെ റിയലൈസ് ചെയ്ത് തിരിച്ചറിയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ശുശ്രൂഷകളിൽ വ്യത്യാസം സംഭവിക്കാൻ പോവുക. നിന്റെ അകത്തുണ്ടെങ്കിൽ നന്നായി ജീവിക്കാൻ പരിശുദ്ധാത്മ പഠിപ്പിക്കണം. നിന്റെ പുറത്ത് പരിശുദ്ധാത്മ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ശരീരം കൊണ്ട് തന്നെ നീ ചില ദൈവ പ്രവർത്തികളെ യേശുവിന്റെ നാമത്തിൽ ജയോ. 30 വയസ്സ് വരെ യേശു ചുമ്മാതിരുന്നു. ബ്രദറെ, ഒരുപാട് കല്യാണത്തിന് യേശു പോയി, ഒന്നിലും ഇടപെട്ടില്ല. പക്ഷെ 30-ാമത്തെ വയസ്സ് കഴിഞ്ഞ് ആത്മാവ് യേശുവിന്റെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു കല്യാണത്തിന് പോയി. കല്യാണത്തിന് പോയപ്പോ യേശുവിന് മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ല. വീഞ്ഞ് തീർന്നപ്പോൾ പച്ചവെള്ളം കോരി നിറയ്ക്കാൻ പറഞ്ഞു. കോരി വെച്ചത് വീഞ്ഞായി മാറി. നിന്റെ മേൽ വന്നു കഴിഞ്ഞാൽ നീ പഴയ പടിയല്ല. മേൽ വന്നു കഴിഞ്ഞാൽ പഴയ പടിയല്ല. ഒരു കുരുടൻ വഴിയരിയിലിരിക്കുക, കരുണ കാണിക്കണേ. ഈ കരുണയ്ക്ക് 2 അർത്ഥമുണ്ട്. ഒന്ന് കാഴ്ചയും കൊടുക്കാം, 2 കാശും കൊടുക്കാം. നിന്റെ മേൽ അഭിഷേകമുണ്ടെങ്കിൽ കാശല്ല കൊടുക്കുന്നേ, നീ കാഴ്ച കൊടുക്കും. നിന്റെ മേലിൽ ദൈവശക്തി വന്നെങ്കിൽ ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാ, ഇനി അകത്തുള്ള കാര്യങ്ങളല്ല ചിന്തിക്കേണ്ടത്. നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തിൽ നീ ചിലത് ചെയ്യാം. എന്തോ ഇന്ന് ആത്മാവ് ചിലതിനോട് പറയുന്നു, വ്യത്യസ്തമായി ചിലത് എഴുന്നേക്കാൻ പോവുക. ഇതിനകത്ത് ദൈവശക്തി നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോവുക. വേണ്ടിയവര് പ്രാപിച്ചോണ്, വേണ്ടിയവര് പ്രാർത്ഥിച്ചോ. നിന്റെ മേൽ ഒരു ദൈവശക്തി വരും, ശക്തി വരും. ഓ, receive the power. Yes. നിന്റെ കൈ ചില മുടന്തന്മാർ എഴുന്നേൽപ്പിക്കാൻ പോവുക. നിന്റെ കൈ ചില കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കാൻ പോവുക. നിന്റെ കരം ചില പീഡിതരെ സ്വതന്ത്രമാക്കാൻ. വിശ്വസിക്കുന്നവരുടെ മേൽ ഈ ആത്മാവിന്റെ ശക്തിയെ സ്വർഗ്ഗം പകരുക. ചിലരുടെ കരങ്ങളെ തൊടുന്നു, ചിലരുടെ കൈകളെ പരിശുദ്ധാത്മാവ് ടച്ച് ചെയ്യുന്നു. തൊടുക. ഈ അഭിഷേകം തൊടുന്നു.
പറയുന്നു സിസ്റ്റർ, ഭയങ്കര ദൈവശക്തി ചിലരുടെ മേൽ വെളിപ്പെടുക. നിന്റെ പ്രാർത്ഥന കൊണ്ട് അസാധാരണമായ ചിലത് ഈ ദിവസങ്ങൾ സംഭവിക്കാൻ പോവുക. അസാധാരണമായ ചിലത്, കമോൺ, അസാധാരണമായ ചിലത് ഈ ദിവസങ്ങൾ സംഭവിക്കാം. നിങ്ങളുടെ മേൽ വരും. ഞാനൊരു വാക്കിന് വിരാമിടുക. 5 മിനിറ്റ് നിങ്ങൾക്ക് കൊണ്ട് പ്രാർത്ഥിച്ചോട്ടെ. ആമേൻ. തലയിൽ കൈവയ്ക്കണമെന്നൊന്നുമില്ല. ആരും തലയിൽ കൈവച്ചിട്ടല്ല വന്നത്. പർക്കോസിന്റെ മാളികപ്പുറയിൽ ആരും തലയിൽ കൈവച്ചിട്ടല്ല വന്നത്. ഇവിടെ നിങ്ങളിൽ ഇപ്പോൾ ഇത് വെളിപ്പെട്ടത് ആരും തലയിൽ കൈവച്ചിട്ടല്ല. വരും വരും വരും. ഞാൻ ഈ മെസ്സേജ് പറയുമ്പോൾ നിങ്ങൾക്ക് ആക്കലത്ത് മനസ്സിലായെങ്കിൽ അതിനുവേണ്ടി വാഞ്ചിക്കുക. അകത്തു പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നന്നായി ജീവിക്കും. പുറത്തു പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ കൃപാവരങ്ങൾ ജ്വലിക്കും. ഗ്ലോറി. നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നാൽ ഫലമല്ല, വരമുണ്ടാകും. നീ പ്രവചിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് കാഞ്ഞിരപ്പള്ളി സൺഡേ സ്കൂളിലായിരുന്നു. ഈ വർഷം നടന്ന ആദ്യത്തെ സംഭവം. സൺഡേ സ്കൂളില്ല. പിള്ളേർക്ക് ഭയങ്കര ഹാപ്പി അല്ലേടാ? ഹല്ലേലൂയ. ടീച്ചർമാരെല്ലാം തറയിൽ കിടന്ന് പ്രവചിച്ചുകൊണ്ട് നടക്കുക. ഗ്ലോറി ജീസസ്. 11 കാലമായിട്ട് ഇവിടെ ഇരിക്കുന്നില്ല. അവസാനം പറഞ്ഞു, എന്നാ ചെയ്യണം പാസ്റ്റേ? ഞങ്ങൾ പുറകെത്തത്ത് കൊണ്ടുപോയി പിള്ളേരുടെ പൈസയൊക്കെ മേടിച്ചിട്ട് അവരെ പറഞ്ഞ് വിട്ടേരെ. ഇനിയിപ്പോൾ ഈ മേൽ പകർന്നതിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അവർ കിട്ടുന്നോടം വരെ പ്രാപിച്ചോട്ടെ, കിട്ടുന്നോടം വരെ അവർ സ്വീകരിച്ചോട്ടെ. അവരൊക്കെ പ്രവചിക്കാൻ തുടങ്ങി. ഇന്ന് പരിശുദ്ധാത്മാവ് ഞാൻ ഇതിനകത്ത് പറഞ്ഞു, ചിലരെ പ്രവചിക്കും. മക്കളെ പ്രവചിക്കും. നിങ്ങളുടെ നാവുകളെ പരിശുദ്ധാത്മാവ് തൊടും. അകത്ത് മാത്രമല്ല, പുറത്ത് പരിശുദ്ധാത്മാവ് വരും. ആമേൻ. യേശുവിൻ്റെ മേൽ ആത്മാവ് പ്രാപെന്ന പോലെ വന്നു കഴിഞ്ഞതിന് ശേഷം കുരുടനെ കണ്ടാൽ യേശു പോകത്തില്ല. നിന്ന് അവൻ്റെ കണ്ണിൽ കൈവയ്ക്കും. പ്രാപിച്ചോളതെന്ന് പറയും. അവൻ കാഴ്ച പ്രാപിക്കും. കുഷ്ഠരോഗിയെ കണ്ടാൽ ശുദ്ധമാകാം എന്ന് പറഞ്ഞ് കൈവയ്ക്കും. അവൻ ശുദ്ധനാകും. നിന്റെ മേൽ ആത്മാവുണ്ടെങ്കിൽ ഈ സെപ്റ്റംബർ മാസം മുതൽ കഥ മാറാൻ പോവുക. 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 എന്തെങ്കിലും സർവീസ് ചെയ്യണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ എങ്കിൽ ഈ സീസണിൽ നീ പ്രാർത്ഥിച്ചോണം. നന്നായി ജീവിക്കണം. മാത്രമല്ല, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് നിനക്ക് കൊതിയുണ്ടെങ്കിൽ ഈ മൊമെന്റിൽ ദൈവം നിങ്ങൾ നിറയ്ക്കാൻ പോവുക. എഴുന്നേക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. എഴുന്നേക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചോണം. കർത്താവിന് നിങ്ങളെ ആവശ്യമുണ്ട്. ഉള്ളിൽ മാത്രം പരിശുദ്ധാത്മാവ് ഇരുന്ന പോരാ, നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വരാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഗ്ലോറി. ഉള്ളിൽ മാത്രം പരിശുദ്ധാത്മാവ് ഇരുന്നാൽ പോരാ, നിന്റെ മേലും പരിശുദ്ധാത്മാവ് വരാൻ ആഗ്രഹിക്കുന്നു. നിന്റെ അകത്തും നിന്റെ പുറത്തും ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടാൻ പോവുക. നിന്റെ അകത്തും പുറത്തും. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. എന്തോ ആരോടൊക്കെ ദൈവാത്മാവ് ഇന്ന് പകൽ പറയുക. നിങ്ങളുടെ അടുത്തൊരു തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും ബൈബിൾ പറയുന്നത് അന്ത്യകാലത്തെ പ്രവചിക്കും. ഉള്ളിൽ വന്നാൽ മാത്രമെന്നല്ല, അതിന്റെ പുറത്ത് ഞാൻ പകരും. പകർന്ന് കഴിയുമ്പോൾ തലമുറകളും പ്രവചിക്കും. വാവ് വാവ്. കൊതിയുണ്ടോ നിനക്ക്? കർത്താവ് എൻ്റെ മേലത് വരണം, എൻ്റെ മേലത് വരണം. ഇപ്പോൾ ഇമ്പാർട്ടേഷൻ ഇല്ലാത്ത കർത്താവ് ചെയ്യും. ഇപ്പോൾ 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 വലിയ ഇമ്പാർട്ടേഷൻ ഇതിനകത്ത് സംഭവിക്കും. ചില ശരീരങ്ങളുടെ മേൽ തീ ഇറങ്ങുന്നത് പോലെ ആത്മാവിന്റെ വലിയ ശക്തി
നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോവാ. പ്രാർത്ഥിക്കാൻ കഴിയുന്നവരൊക്കെ പ്രാർത്ഥിച്ചു തുടങ്ങി. ആരും നോക്കണമെന്നില്ല. ഇന്ന് പകല മഹത്വം ഇതിനകത്ത് വെളിപ്പെടാൻ പോവാ. സാന്നിധ്യം ഇതിനകത്ത് വെളിപ്പെടാൻ പോവാ. ശക്തി ഇതിനകത്ത് വെളിപ്പെടാൻ പോവുകയാ. കൃപ ഇതിനകത്ത് വെളിപ്പെടാൻ പോവുകയാ. അവൻ നിന്റെ മേൽ പരിശുദ്ധാത്മാവിനെ തരാൻ സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. നീ വന്നതുപോലെ ഇരിക്കാനല്ല, നീ നന്നായി ജീവിക്കാൻ മാത്രമല്ല, നിന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നീ കർത്താവിന് വേണ്ടി ചിലത് ചെയ്യാൻ. ആത്മാവ് അതിശക്തമായി പറയുന്നു, ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്യാൻ. പരിശുദ്ധാത്മാവ് അതിശക്തമായി നിങ്ങളോട് പറയുക, ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്യാൻ. ഇന്ന് പകലിൽ യേശുവിന്റെ നാമത്താൽ ജയമെടുക്കുകയാ. കർത്താവിന്റെ മഹത്വം വെളിപ്പെടണം. പരിശുദ്ധാത്മാവേ, ഇന്ന് പകലിൽ നിന്റെ സാന്നിധ്യത്തെ ഇവർക്കായി വെളിപ്പെടുത്തണം. കൊതിയുണ്ടെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചോ. ആമേൻ. നിങ്ങളുടെ മേൽ കൂടെ പരിശുദ്ധാത്മാവ് ഇറങ്ങാൻ പോവാ. അകത്തു പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ ആത്മാവിന്റെ ഫലം വരും. പുറത്തു പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ ആത്മാവിന്റെ വരം ചലിക്കും. നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നാൽ കൃപാവരങ്ങൾ ജ്വലിക്കും. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ചിലതിന്റെ മേൽ ദൈവത്തിന്റെ കൃപ അത് വെളിപ്പെടാൻ സമയമായി. അത് വെളിപ്പെടാൻ സമയമായി. അത് വെളിപ്പെടാൻ സമയമായി. കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുക. യേശുവേ എന്ന് വിളിച്ച് പറ, കർത്താവേ, യേശുവേ, എന്റെ മേൽ, എന്റെ മേൽ, എന്റെ മേൽ. പറ പറ പറ. ദൈവം നിങ്ങളുടെ മേൽ ഇപ്പോൾ പകരും. നിങ്ങളുടെ മേൽ അത് പകരും. നിങ്ങളുടെ മേലിൽ അത് വെളിപ്പെടും. ഹൃദയത്തിൽ മാത്രമല്ല, നിങ്ങളുടെ മേൽ. മഴ പെയ്യുമ്പോൾ അതിന്റെ തുള്ളി വീഴുന്നത് നിന്നോട് പറഞ്ഞിട്ടല്ല. ഇന്ന് പകലിൽ അതുപോലെ ഉയരത്തിൽ നിന്ന് നിന്റെ മേൽ ചിലത് കൈമാറുവാൻ സ്വർഗം താല്പര്യപ്പെടുകയാ. യെസ്, യെസ്. Now receive that fire God. നിറയട്ടെ, നിറയട്ടെ. ചിലത് പകരാൻ പോവുക, ചിലത് നിറയാൻ പോവുക. ചില ശരീരങ്ങളിൽ ആത്മസാന്നിധ്യത്തിന്റെ വലിയ പകർച്ച ഇപ്പോൾ സംഭവിക്കാൻ പോവുകയാണ്. ചില നാവുകളെ പരിശുദ്ധാത്മാവ് തീ കൊണ്ടെന്ന പോലെ തീ കൊണ്ടെന്ന പോലെ ദൈവാത്മാവ് അതിശക്തമായി പറയുന്നു. തീ കൊണ്ടെന്ന പോലെ ദൈവം തൊടാൻ പോവുക, തൊടാൻ പോവുക, തൊടാൻ പോവുക, തൊടാൻ പോവുക. തീ കൊണ്ടെന്ന പോലെ വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവശക്തിയെ ദൈവം പകരാൻ പോവുക, ദൈവം പകരാൻ പോവുക. ദൈവത്തിന്റെ ആത്മാവ് അതിശക്തിയോടെ ഇന്ന് പകലിൽ ഇതിനകത്ത് സ്വർഗം വെളിപ്പെടുത്താൻ താല്പര്യപ്പെടുന്നു. യെസ്, 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 യെസ്. Receive the holy power. നിറയട്ടെ, 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 നിറയട്ടെ. നിന്റെ മേൽ, ഓ, നിന്റെ മേൽ, നിന്റെ മേൽ സ്വർഗം നിറയ്ക്കട്ടെ.